Good morning, everyone. Welcome to Adda247 Malayalam channel. എൻ്റെ പേര് Rintu Sebastian. Welcome to the Editorial analysis of 28th June 2023. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ Editorial വന്നിരിക്കുന്ന ആർട്ടിക്കിൾസും വൊക്കാബുലറി ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സെന്റൻസ് ഫ്രെയിം ചെയ്യാം, നമ്മുടെ റീഡിംഗ് എബിലിറ്റി കൂട്ടാം, അതുപോലെ നിങ്ങളുടെ കോംപ്രിഹെൻഷൻ സ്കിൽസ്, നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ, അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ്, നമ്മുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് റീബിൽഡ് ചെയ്തെടുക്കാനും, അതുപോലെ നമ്മുടെ വേർഡ് പവർ ഇൻക്രീസ് ചെയ്യാനുള്ളൊരു റെഗുലറായിട്ട് പോകുന്നൊരു സെഷനാണ് മൺഡേ ടു ഫ്രൈഡേ ഉള്ള സെഷൻ, രാവിലെ 8:30 മണിക്ക്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. നമുക്ക് ഇന്നത്തെ ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിന് മുൻപ് നമ്മുടെ കോട്ട്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എ കോട്ട്. നമ്മുടെ കോട്ട് ഇതാണ്: സംടൈംസ് വി ആർ ടെസ്റ്റഡ് നോട്ട് ടു ഷോ അവർ വീക്ക്നെസ് ബട്ട് ടു ഡിസ്കവർ അവർ സ്ട്രെങ്ത്സ്. നമ്മൾ പല സമയത്ത് നമ്മുടെ മനസ്സിൽ തോന്നാറുണ്ടല്ലേ, എന്തുവാ എനിക്ക് മാത്രം ഇതിങ്ങനെ, എന്താണോ എനിക്ക് മാത്രം ഇങ്ങനെ, അല്ലേ, വൈ മീ എന്ന് നമുക്ക് തോന്നാറുണ്ട്. എന്നെ മാത്രം എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ചില സമയത്ത് ഭയങ്കര ഡെസ്പാവുന്ന സമയത്ത് നമുക്ക് തോന്നും എനിക്ക് മാത്രമാണല്ലോ ഈ പരീക്ഷണം, ബാക്കി എല്ലാവർക്കും നല്ലത് നടക്കേണ്ട ലൈഫിൽ എനിക്ക് മാത്രം എപ്പോഴും ഈ പ്രശ്നങ്ങളാണല്ലോ, എന്തുകൊണ്ടാണോ എനിക്ക് മാത്രം ഈ ബുദ്ധിമുട്ട്, എനിക്ക് മാത്രമാണ് പ്രശ്നം എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട് അല്ലേ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ചില സമയത്ത് നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ, നമുക്കിങ്ങനെ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ വീക്ക്നെസ്സസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ആയിരിക്കില്ല അത്. ആ സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ നിന്നാൽ പറ്റില്ല, എങ്ങനെയും ഇവിടുന്ന് കര കയറണം എന്ന് നമുക്ക് തോന്നി നമ്മൾ നമ്മുടെ എല്ലാ സ്ട്രെങ്ത്തും കൊടുക്കും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നല്ലേ. നമ്മുടെ കഴിവുകളെ നമ്മൾ ഡിസ്കവർ ചെയ്യുന്ന ഇങ്ങനെയുള്ള കുറച്ച് അൺഫേവറബിൾ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് അത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നപ്പോഴാണ്. 2018 ഫ്ലഡ് വന്ന സമയത്താണ് നമുക്ക് ശരിക്കും നമ്മുടെ നാടിൻ്റെ വില നമുക്ക് മനസ്സിലായതല്ലേ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാര്യം ടീം വർക്ക്, എഫേർട്ട് എന്താണെന്നും അങ്ങനെ ഒരു വലിയ പരീക്ഷണം നമ്മുടെ ലൈഫിലോട്ട് വന്നപ്പോൾ നമ്മുടെ യൂണിറ്റി, ആൾക്കാരുടെ യൂണിറ്റി, യുവാക്കളുടെയൊക്കെ ഒരു എന്താ പറയുക കഴിവ് വെറുതെ ഇരുന്ന് കളയുക എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ ഒരുപാട് കളിയാക്കിയപ്പോഴും നമ്മുടെ യുവാക്കളുടെ ഗുണം എന്താണെന്ന് അറിയിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു സമയം, നമ്മുടെ സ്ട്രെങ്ത് നമുക്ക് ഡിസ്കവർ ചെയ്ത് മറ്റുള്ളവരിലോട്ട് പ്രകടമാക്കാൻ പറ്റിയ ഒരു സമയമായിരുന്നു 2018 ഫ്ലഡ്. അതുപോലെ നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ഓരോരോ ഒന്നെങ്കിലും മിനിമം ഒരു എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടിരുന്ന സമയത്ത്, വളരെ അൺഫേവറബിൾ ആയ സിറ്റുവേഷൻസിൽ നമ്മുടെ സ്ട്രെങ്ത് നമുക്ക് ഡിസ്കവർ ചെയ്യാൻ പറ്റിയ സമയം. അപ്പോൾ ഓർക്കണം, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ലൈഫിൽ വന്നാൽ ഓർക്കാം, ഇറ്റ്സ് ജസ്റ്റ് ടു ഡിസ്കവർ അവർ സ്ട്രെങ്ത്സ്. നമ്മുടെ സ്ട്രെങ്ത് ഡിസ്കവർ ചെയ്യാനുള്ള സമയം, അല്ലാതെ വീക്ക്നെസ്സസ് അവിടെ വരുമ്പോൾ നമ്മൾ വീക്കായി പോകാൻ, വീക്ക്നെസ് കാണിക്കാനുള്ള സമയമല്ല. അതാണ് ഓർത്തിരിക്കുക. ആ ഒരു എന്താ പറയുക, പൂർണ്ണ ബോധത്തോടെ മുന്നോട്ട് പോയാൽ നമുക്ക്, അതാണ് ഇന്നത്തെ ചിന്ത കേട്ടോ. അപ്പോൾ ഒരാർട്ടിക്കിൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, നമ്മുടെ ഇന്നലെ അല്ലെ, ഈജിപ്തും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇന്നിതാ US-ഉം ഇന്ത്യയും തമ്മിലുള്ള സ്ട്രാറ്റജിക് കോപ്പറേഷനെ പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അത് ഞാൻ വായിക്കുന്നില്ല, കാരണം അതിൻ്റെ ബേസിക് പോയിന്റ്സ് മാത്രം നമുക്ക് നോട്ട് ചെയ്താൽ മതി. അപ്പോൾ ആർട്ടിക്കിളായിട്ട് നമുക്കിത് വായിക്കാൻ പറ്റിയ ഒരു അടിപൊളി നല്ലൊരു ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള വൊക്കാബുലറി ഒക്കെയുള്ള ഒരു അടിപൊളി ആർട്ടിക്കിൾ ഉണ്ട്. അബൌട്ട് അവർ മെഡിക്കൽ എഡ്യൂക്കേഷനെ പറ്റിയൊക്കെ ഒരു ആർട്ടിക്കിളുണ്ട്, സ്റ്റേറ്റസ് ഓഫ് അവർ മെഡിക്കൽ എഡ്യൂക്കേഷനെ പറ്റിയൊരു ആർട്ടിക്കിളുണ്ട്. ആ ആർട്ടിക്കിൾ നമുക്കിത് വായിച്ചുകൂടാം, ഇന്ത്യയിലെ മെഡിക്കൽ എഡ്യൂക്കേഷനെ പറ്റിയൊക്കെ. മറ്റേ ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആണോ ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം നോക്കിയാൽ ഇന്ത്യയും അതുപോലെ തന്നെ US തമ്മിലുള്ള റിലേഷൻഷിപ്പ് വരുമ്പോൾ എന്തായാലും നമുക്കറിയാം. ഒരു പോയിന്റ് റഷ്യയുമായിട്ട് പയ്യെ ഇന്ത്യ മാറിവിട്ട് നിൽക്കാനൊരു താല്പര്യം ഉള്ളതുകൊണ്ടാണ് ഇന്ത്യൻ ഇത്രമാത്രം US സഹായിക്കുന്നത്. ഒരു കാര്യമില്ലാതെ US എന്തായാലും സഹായിക്കുമല്ലോ. അപ്പം US മിലിറ്ററി സർവീസോ അല്ലെങ്കിൽ നമുക്കുള്ള എന്താ പറയുക വെപ്പൺട്രി ഒക്കെ തരുന്നതിൻ്റെ ഗുണം വേറൊന്നുമല്ല, നമുക്ക് ഇന്ത്യക്ക് എന്ത് ചെയ്യണം, ഇന്ത്യനെ റഷ്യയിൽ നിന്നൊന്ന് മാറ്റിപ്പിടിക്കണം. കാരണം റഷ്യ വലിയ പ്രശ്നമാണ് US-ന്. എന്നാൽ അതേപോലെ ഇന്ത്യയും US-ഉം തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഇപ്പം മേജറായിട്ട് കൂടുതലായിട്ട് വരാനുള്ള കാരണം ഒന്ന് ചൈനയുടെ എക്സ്പാൻഷൻ കൂടിയാണ്. ചൈന എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വേൾഡ് പവേഴ്സ് ആണ് പ്രശ്നം. അപ്പോൾ ചൈനയുടെ എക്സ്പാൻഷൻ ടു ഇൻഡോ പസഫിക് അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതെല്ലാം കൂടെ മുൻനിർത്തി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇന്ത്യ ആൻഡ് US റിലേഷൻഷിപ്പ് ആൻഡ് സ്ട്രാറ്റജിക് ടൈസിനെ പറ്റിയൊക്കെ ഒരു ആർട്ടിക്കിൾ. അപ്പോൾ അതിൻ്റെ പോയിന്റ്സ് മാത്രം നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് ഓൾറെഡി ന്യൂസ് കണ്ടു കാണും. ആ ന്യൂസിലെ പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്ത്, ബിക്കോസ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് നമുക്കത് വേണം, അതുകൊണ്ട് കേട്ടോ. അല്ലാതെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാനുള്ള ആർട്ടിക്കിൾ നമ്മുടെ ഇന്നത്തെ ആർട്ടിക്കിൾ മെഡിക്കൽ എഡ്യൂക്കേഷനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞതൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് എന്ന് വിചാരിക്കും. നമ്മുടെ ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്സ്, ഇഡിയംസിലോട്ട് ആദ്യമോ, പിന്നെ നമ്മുടെ സിനോണിംസ്, ആന്റണിംസ് റിലേറ്റഡ് വേർഡ്സ്, കൺഫ്യൂസിംഗ് വേർഡ്സ് ഒക്കെ, എന്നിട്ട് ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അത് കഴിഞ്ഞിട്ട് സ്പോട്ട് ദ ക്വസ്റ്റൻ ഹോംവർക്ക് നോക്കും, ഇന്നത്തെ ഹോംവർക്ക് തരും. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഉഷാറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്. ഡെയിലി ക്വിസസ് അറ്റൻഡ് ചെയ്യാം. അത് സബ്ജക്ട് വൈസ് ക്വിസസ് ഉണ്ട്, എക്സാം വൈസ് ക്വിസസ് ഉണ്ട്, അതുകൂടാതെ ഡെയിലി എഡിറ്റോറിയൽ വൊക്കാബുലറി ക്വിസ് ഉണ്ട്. അത് അറ്റൻഡ് ചെയ്ത് നോക്കുക. നിങ്ങൾ പഠിച്ച് കറക്റ്റ് ആണോ സെറ്റ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അതുപോലെ കറണ്ട് അഫയേഴ്സിൻ്റെ ബുള്ളറ്റിൻ പോയിന്റ്സ്, കറണ്ട് അഫയേഴ്സ് ക്വിസസ് ഒക്കെ ഉണ്ട്.
ഉണ്ട്. അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആപ്പ് ഉണ്ട്, പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് സൈൻ ഇൻ ചെയ്യുമ്പോൾ സ്റ്റേറ്റ് എക്സാംസിൽ കേരള എക്സാംസ് കൊടുക്കാൻ മറക്കണ്ട. ഓക്കെ, അതുപോലെ നമ്മുടെ ചാനൽ Adda247 മലയാളം ചാനൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പരിഗണിക്കാം, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാം. അതുപോലെ നമ്മുടെ ബാങ്കേഴ്സ് അഡ ചാനലുണ്ട്, ബാങ്കേഴ്സ് Adda247 മലയാളം. അതിൽ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലേ. ഫ്രീ ആയിട്ട് യൂട്യൂബിൽ ഒരുപാട് സെഷൻസ് ഉണ്ട്. PYQ സെഷൻസ് ഉണ്ട്, PSC ബുള്ളറ്റിൻ സെഷൻസ് ഉണ്ട്, SCRT സീരീസ് പോകുന്നുണ്ട്, അതുപോലെ റെയിൽവേ എക്സാംസിൻ്റെ സീരീസ് പോകുന്നുണ്ട്, ഡയറി ഫാമിൻ്റെ സീരീസ് പോകുന്നുണ്ട്, CPOയുടെ സീരീസ് സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൽ റിവിഷൻ സെഗ്മെൻറ്റുകളായിട്ട് PYQ ഒക്കെ ആയിട്ടൊക്കെ ഞങ്ങൾ വരുന്നുണ്ട്. പിന്നെ അങ്ങനെ ഓരോ സെഷൻസ് നമ്മൾ പുതിയതായിട്ട് വരുന്നുണ്ട്. മാരത്തൺ സെഗ്മെൻറ്റ്സ് വരുന്നുണ്ട്, എക്സാം അനാലിസിസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യാം, പഠിക്കുക. അതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. പഠിച്ചൊരു നിലയിൽ എത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് കാര്യം കേട്ടോ. എഫേർട്ട് എടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല, എഫേർട്ട് എടുക്കുക തന്നെ ചെയ്യാം. അപ്പോൾ ടു അവർ ഇഡിയംസ്, ഫ്രേസൽ വെർബ്സ് ആൻഡ് വൺ വേർഡ്സ്. ആദ്യത്തെ ഇഡിയം നോക്കാം. ദ ടൈം ഇസ് റൈപ്പ്. റൈപ്പ് എന്ന് പറഞ്ഞാൽ പഴുക്കുക എന്നുള്ള അർത്ഥത്തിൽ, പഴുത്തു എന്നുള്ള അർത്ഥം. ദ ടൈം, ഫ്രൂട്ട് റൈപ്പ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ദ ടൈം ഇസ് റൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ദിസ് ഇസ് ദ റൈറ്റ് മൊമെൻറ്റ് ഫോർ സംതിങ്. സമയമായി, ഇനി ഇങ്ങനെ ഇരിക്കല്ലേ, വാ, ദ ടൈം ഇസ് റൈപ്പ്, ദ ടൈം വാസ് റൈപ്പ് എന്ന് പാസ്റ്റ് ടെൻസ് പറഞ്ഞാൽ ടൈം വാസ് റൈപ്പ്, സമയമായിരുന്നു, റൈറ്റ് മൊമെന്റ് ആയിരുന്നു എന്നൊക്കെ അർത്ഥം വരും. അപ്പോൾ ദ ടൈം ഇസ് റൈപ്പ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ റൈറ്റ് മൊമെന്റ് ഫോർ സംതിങ് എന്നാണ് അർത്ഥം കേട്ടോ. ദ ടൈം ഇസ് റൈപ്പ് ഫോർ ഡൂയിങ് ടു ഡു ഇറ്റ്, അല്ലെങ്കിൽ ദ ടൈം ഇസ് റൈപ്പ് ഫോർ അസ് ടു ഗോ ഫോർ എ വാക്ക് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പറയില്ലേ, ആ സാധനമാണ് ടൈം ഈസ് റൈപ്പ്. ഓർത്ത് വെച്ചോ. ഓൾറൈറ്റ്, അതൊരു ഇഡിയമാണ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ എഡിറ്റോറിയലിൽ. അടുത്ത് ക്യാച്ചപ്പ് ചെയ്യുക. ക്യാച്ചപ്പ് ചെയ്യുന്നതിന് രണ്ടർത്ഥമുണ്ട്. ക്യാച്ചപ്പ് ചെയ്യുന്നതിന് രണ്ടർത്ഥമല്ല, ക്യാച്ചപ്പ് ചെയ്യാൻ്റെ കൂടെ ഒരു വിത്തൂട് വരും, വേറെ അർത്ഥം വരും. ക്യാച്ചപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒപ്പം നമ്മൾ എത്തുവാണ്. സക്സീഡ് ഇൻ റീച്ചിങ് എ പേഴ്സൺ അഹെഡ് ഓഫ് വൺ. നമ്മളിപ്പോൾ ഒരു കാര്യം, നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമ്പിൾ അല്ലേ, യു ഹാവ് ടു ക്യാച്ചപ്പ് വിത്ത്, ഇങ്ങനെ പോയ കാര്യമില്ല കേട്ടോ. യു ഹാവ് ടു ക്യാച്ചപ്പ് ടു റീച്ച് എ പൊസിഷൻ. നീ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നീ അവൻ്റെ ഒപ്പം എത്തണം കേട്ടോ എന്ന് പറയില്ലേ, ആ ഒരു അർത്ഥം. അല്ലാതെ യു ക്യാച്ചപ്പ് വിത്ത് സംബഡി എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ഇഡിയം കേട്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ. ക്യാച്ചപ്പ് വിത്ത് സംബഡി വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, ഞാനതിവിടെ എഴുതിയിട്ടില്ല, നിങ്ങൾക്ക് ഇൻഫോർമലായിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. മീറ്റ് സംബഡി ആഫ്റ്റർ ലോങ് ടൈം അല്ലേ. ഒരുപാട് നാളുകൾ കഴിച്ച് ഒരാളെ മീറ്റ് ചെയ്യാണ് നമ്മൾ, ആരെങ്കിലും ഒരാളെ. ക്യാച്ചപ്പ് വിത്ത് സംബഡി, മീറ്റ് സംബഡി ആഫ്റ്റർ എ ലോങ് ടൈം. അത് നമ്മൾ വിളിക്കും ക്യാച്ചപ്പ് വിത്ത് സംബഡി. ലെറ്റ് മീ ക്യാച്ചപ്പ് വിത്ത്. അപ്പോൾ അത് അതിൻ്റെ അർത്ഥം ഉണ്ടല്ലോ, അത് നിങ്ങൾ കേട്ട് പറ്റിയിട്ടുണ്ടായിരിക്കും ക്യാച്ചപ്പ് വിത്ത് സംബഡി. അതേപോലെ ക്യാച്ചപ്പ് ചെയ്യാൻ വേറൊരു അർത്ഥം ഇസ് സക്സീഡ് ഇൻ റീച്ചിങ് എ പേഴ്സൺ അഹെഡ് ഓഫ് യു. രണ്ടുപേരും നമ്മൾ കോമ്പീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മൂന്നാലഞ്ച് പേര് തമ്മിൽ കോമ്പീറ്റ് ചെയ്യുമ്പോൾ നീ ഇങ്ങനെ പോയ കാര്യമില്ല, യു ഹാവ് ടു ക്യാച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, നീ അവരുടെ ഒപ്പം എത്തണം കേട്ടോ, അഹെഡ് ഓഫ് ദം, അവരെക്കാളും മുമ്പിൽ എത്തണം കേട്ടോ, ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. ആ ഒരു വാർണിംഗ് ഒക്കെ തരുന്ന രീതിയിലാണ് നമ്മൾ ക്യാച്ചപ്പ് പറയാറ് നോർമലി. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പീപ്പിൾ, ഗുഡ് മോർണിംഗ്. ഇന്നെനിക്ക് നല്ല സുഖമില്ല കേട്ടോ, ഇന്ന് ഭയങ്കര ഒരു മഴയാണ്, ഇവിടെ ഭയങ്കരമായിട്ട് മഴയാണ്. ഇന്നലെ മുതൽ എനിക്ക് ചെറിയ തുമ്മലൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ എണീറ്റ് ഭയങ്കരമായിട്ട് ജലദോഷമായി. ഐ എം ഫീലിംഗ് നോട്ട് വെൽ. രാവിലെ എനിക്ക് എണീക്കാനേ തോന്നുന്നില്ലായിരുന്നു, തലയൊക്കെ ഭയങ്കര വേദനയൊക്കെ. പനിക്കാനാണോ എന്ന് എനിക്കറിയത്തില്ല, പനി വരാനാണെന്ന് തോന്നുന്നു. എനിവേയ്സ്, നമുക്ക് എന്തായാലും പോകുന്നിടത്തോളം പോട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് സെഷൻ നോട്ടൊക്കെ ഉണ്ടാക്കി ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതാണൊരു ചെറിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. എന്നാലും നമ്മുടെ സെഷനിൽ ആ ഒരു ബുദ്ധിമുട്ടൊന്നും വരില്ല. ലെറ്റ്സ് മൂവ് ഫോർവേഡ്. അടുത്താണ് ഡ്രോപ്പ്. ഡ്രോപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്ന് നമ്മളൊരു കാര്യം ഡ്രോപ്പ് ചെയ്യുക, ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്യുക, ഒരു അറേഞ്ച്മെൻറ്റ് ഡ്രോപ്പ് ചെയ്യുക എന്നൊക്കെ പറയാം കേട്ടോ, ഒരു ഡ്രോപ്പിൻ്റെ അർത്ഥം. എന്നാൽ വേറെ ഡ്രോപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ കം ടു എ ഹോൾട്ട്, സ്റ്റോപ്പ് ചെയ്തു, ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്തു എന്നൊരർത്ഥം കൂടെ ഉണ്ട്. അപ്പോൾ ഡ്രോപ്പിന് രണ്ടർത്ഥമുണ്ട്. രണ്ടും എക്സാക്ട്ലി ഓപ്പോസിറ്റ് മീനിങ് അല്ലേ. ഒരു കാര്യം കമ്പോസ് ചെയ്ത് പറഞ്ഞാൽ ഒരു കാര്യത്തിന് പ്ലാൻ ഇട്ട് സ്റ്റാർട്ട് ചെയ്യുക, അറേഞ്ച് ചെയ്യുന്നൊക്കെയല്ല അർത്ഥം. എന്നാൽ ഒരു കാര്യം കം ടു എ ഹോൾട്ട് എന്ന് പറഞ്ഞ ഒരു കാര്യം നിർത്തുക എന്നാണ് അർത്ഥം. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നേരെ കമ്പോസിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഡ്രോപ്പിന് രണ്ട് മീനിങ് ഉണ്ട്. ചില ഫ്രേസൽ വെർബുകൾ അങ്ങനെയാണ് അല്ലേ, മീനിങ് അക്കോർഡിംഗ് ടു സെൻറ്റൻസ് നോക്കണം. രണ്ടും ഡ്രോപ്പ് തന്നെ പറയണേ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു ഡ്രോപ്പിന് കം ടു ഹോൾട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാമെന്നും മറ്റു ഡ്രോപ്പിന് കമ്പോസ് ചെയ്യാമെന്നും ഒരു അർത്ഥമാണ്. ഇപ്പോൾ ഓർത്ത് വെച്ചോളെ, രണ്ട് ഓപ്പോസിറ്റ് മീനിങ്സ് ആണ്. അക്കോർഡിംഗ് ടു സെൻറ്റൻസ്, ഒരു സെൻറ്റൻസ് നിങ്ങൾ പ്ലേസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടുള്ളൂ കേട്ടോ. അത് നോക്കിയോളാം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫ്രേസൽ വെർബ് നമ്മളിങ്ങനെ പറ്റിക്കാറുണ്ട്, അതുകൊണ്ട്. അടുത്ത് നോക്കിയാൽ ഷോർട്ട് ഓഫ് സംതിങ്. ഷോർട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ, വിചാരിച്ചതിനേക്കാളും കുറവാണ്, അതാണ് ഷോർട്ട് ഓഫ് സംതിങ്. ലെസ് ദാൻ കേട്ടോ. ഷോർട്ട് ഓഫ് പഠിച്ചിട്ടുണ്ട്, പുതിയതൊന്നുമല്ല, അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു ഒന്നുകൂടെ. അടുത്ത വീൻ സംബഡി ഓഫ് സംതിങ്. ഈ വീൻ സംബഡി ഓഫ് സംതിങ്ങിന് പകരം ഇവിടെ നമ്മുടെ എഡിറ്റോറിയലിൽ നിന്ന് വന്നിരിക്കുന്നത് ഇത് ഇവിടെ ഇഡിയം ഇങ്ങനെയാണ്, വീൻ സംബഡി ഓഫ് സംതിങ് എന്നാണ്. പക്ഷേ ശരിക്കും എഡിറ്റോറിയൽ വന്നിരിക്കുന്നത് വീൻ സംബഡി എവേ ഫ്രം സംതിങ് എന്നാണ്. ഓക്കെ,
wean somebody away from something. അപ്പോൾ എവയുടെ കൂടെ ഫ്രം ഉപയോഗിക്കണം, ഓഫിൻ്റെ കൂടെ വേണ്ട, ഓഫിൻ്റെ കൂടെ വേറൊരു പ്രൊപ്പോസിഷൻ്റെ ആവശ്യം ഇല്ല, ഓഫ് എന്ന അഡ്വർബിൻ്റെ കൂടെ വേറൊരു പ്രൊപ്പോസിഷൻ ആവശ്യമില്ല. അപ്പോൾ നോക്കുക, wean somebody of something അല്ലെങ്കിൽ wean somebody away from something എന്ന് പറഞ്ഞാൽ make somebody gradually stop something. ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അതിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു കാര്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ആ കാര്യം ഉപയോഗിക്കുകയോ യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡൂ ചെയ്യുകയോ ചെയ്യുന്ന കാര്യത്തിനെ പയ്യെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക, മേക്ക് ചെയ്യിപ്പിക്കുക. മേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, കോസറ്റീവ് വേർബാണ്. ഒരാളോട് ഒരു കാര്യം ചെയ്യുന്നത് പയ്യെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കൽ അതാണ്. നമ്മളൊരാൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പയ്യെ അയാളെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നതിനാണ് wean somebody of something, wean somebody away from something. ആ സംബഡിയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ഇന്നത്തെ ആർട്ടിക്കിൾ വന്നിരിക്കുന്നതിനാണ് US wean India of relationship with അല്ലെങ്കിൽ dependence on Russia. ഇങ്ങനെയാണ് US വീനിങ് എന്ന് കൊടുക്കാം, ഈസ് വീനിങ് കൊടുക്കാം, എന്താ വീണ്ട് കൊടുക്കാം, മനസ്സിലായി? പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ US is the United States weans India of dependence on Russia. അപ്പോൾ ആ സംബഡിയുടെ സ്ഥാനത്ത് ഒബ്ജക്റ്റ് കൊടുക്കാം കേട്ടോ, അത് മറക്കരുത് കേട്ടോ. ആരെ വീൻ ചെയ്യിപ്പിക്കുന്നു, എന്തിൽ നിന്ന് വീൻ ചെയ്യിപ്പിക്കുന്നു, അതാണ് കേട്ടോ ശ്രദ്ധിക്കണം. ആരെ അതിൽ നിന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നു, മേക്ക് സംബഡി സ്റ്റോപ്പ് സംതിങ് എന്ന് പറയുമ്പോൾ ആ ഒരു മീനിങ് ഇപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ക്ലിയർ? ഓക്കെ, ഓർത്ത് വെച്ചോളാം. അടുത്തതാണ് get caught in something. I'm so sorry, I get caught in the traffic. I'm so sorry, I got caught in the traffic. അല്ലേ, താമസിച്ച് വരുമ്പോൾ എന്താ താമസിച്ചപ്പോൾ പറയണോ, അയ്യോ സോറി കേട്ടോ ഞാൻ ട്രാഫിക്കിൽ പെട്ടുപോകുന്ന സിറ്റുവേഷനെയാണ് get caught in something എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ അർത്ഥം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ വിചാരിച്ച് പ്ലാൻ ചെയ്ത സംഭവം പെട്ടുപോകുന്നൊന്നുമല്ല, ബി അൺഎക്സ്പെക്റ്റഡ്ലി ഇൻവോൾവ്ഡ് ഇൻ അൺപ്ലസന്റ് സിറ്റുവേഷൻ. നമ്മൾ അറിഞ്ഞുകൊണ്ടൊന്നും അല്ല കേട്ടോ, ഇത് അറിഞ്ഞുകൊണ്ട് നടക്കുന്ന സംഭവമല്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ നമ്മൾ എന്തെങ്കിലും ഒരു അൺപ്ലസന്റ് സിറ്റുവേഷൻസിൽ പെട്ടുപോവുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഗെറ്റ് കോട്ട് ഇൻ സംതിങ് എന്ന് പറയുന്നത്. ഗെറ്റ് കോട്ട് ഇൻ സംതിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബി അൺഎക്സ്പെക്റ്റഡ്ലി ഇൻവോൾവ്ഡ് ഇൻ അൺപ്ലസന്റ് സിറ്റുവേഷൻ. അതിനെയാണ് നമ്മൾ ഗെറ്റ് കോട്ട് ഇൻ സംതിങ് എന്ന് പറയുക കേട്ടോ. ഐ എം സോ സോറി, ഐ ഗോട്ട് കോട്ട് എന്ന് പറഞ്ഞാൽ കോട്ടപ്പ് എന്നെയും പറയാം, രണ്ടും പറയാം കേട്ടോ. അവിടെ അപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം, വേണ്ടെങ്കിൽ ഉപയോഗിക്കണം, രണ്ടും കറക്റ്റാ. ഉണ്ടെങ്കിലും കറക്റ്റ്, ഇല്ലെങ്കിലും കറക്റ്റ് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു വേണം. ഓക്കെ, ഇവിടെ ഇതുപോലെ ഞാനാണ് പറയാണ്, ഗെറ്റ് കോട്ട് കൂടെ കോട്ടപ്പ് വന്നാലും കറക്റ്റാണ്. അപ്പോൾ സോറി ഐ എം ലേറ്റ് ബിക്കോസ് ഐ ഗോട്ട് കോട്ട് അപ്പ് ഇൻ മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിൽ പെട്ടു. ചില സമയത്ത് വീട്ടിലോട്ടൊക്കെ ആൾക്കാർ അല്ലെ, നമ്മുടെ വീട്ടിലൊക്കെ ഒരു പ്രോമിസൊക്കെ പറഞ്ഞിട്ട് അച്ഛനും അമ്മയൊക്കെ പ്രോമിസ് പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ അവർ താമസമൊക്കെ വരുമ്പോൾ അവർ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലേ, സോറി കേട്ടോ ഞാൻ വിചാരിച്ചു. ചില സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, സോറി നേരത്തെ വരാൻ ഇറങ്ങണമെന്ന് വിചാരിച്ച പക്ഷെ അപ്പോൾ ഒരു മീറ്റിങ്ങിൽ പെട്ടുപോയി, അല്ലെ ഇനിയൊരു ആളുമായിട്ടൊരു മീറ്റപ്പ് ഉണ്ടായിരുന്നു, മീറ്റിങ്ങിൽ പെട്ടുപോയി, അങ്ങനെ പറയുന്ന കേട്ടില്ലേ. സോ ദാറ്റ് ഇസ് ഗുഡ് കോട്ട് അപ്പ്. ഓക്കെ, അതാണ്. അപ്പോൾ അടുത്ത നോക്കാം, സ്റ്റേക്ക് ഹോൾഡർ. വൺ വേർഡ് ആണ്, അറിയാമല്ലോ. ആൻ ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ് ദാറ്റ് ഹാസ് ഇൻട്രസ്റ്റ് ഇൻ എ ബിസിനസ് ഓർ ഓർഗനൈസേഷൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, ഒരു ബിസിനസ്സിലോ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലോ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു ഗ്രൂപ്പിനോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിനോ നമ്മൾ വിളിക്കും സ്റ്റേക്ക് ഹോൾഡർ. അപ്പോൾ നമ്മുടെ ഇന്ന ആൾ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണെന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, അവരിതിൽ കുറച്ച് ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട്. ബിക്കോസ് ദേ ആർ അവരിതിന് ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ടാണെന്ന് വിചാരിച്ചു, ഇൻവെസ്റ്റേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ആകുമ്പോൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ആ കമ്പനിയോട് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. അതാണ് ഈ സ്റ്റേക്ക് ഹോൾഡർ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, സ്റ്റേക്ക് ഹോൾഡർ എന്ന വാക്ക് മറക്കല്ലേ, സ്റ്റേക്ക് ഹോൾഡർ പഠിച്ചിട്ടുണ്ട് നമ്മൾ, പുതിയതായിട്ടൊന്നും വാക്കുന്നൊരു വാക്കൊന്നുമല്ല. അപ്പോൾ അത് ഓർത്തിരിക്കുക കേട്ടോ. സോ ദാറ്റ് ഇസ് ക്ലിയർ ഐ ഗെസ്. നോക്കാം അടുത്ത സെന്റൻസ്. The time is ripe to improve your studies. That's great. Why did you draw up the preparation? You stop അല്ലേ? ഓക്കെ, stop. എനിക്കിപ്പോഴാണ് പനി മാറിയത്, ഇപ്പോഴും ചുമയും കഫ കിട്ടുമാറിയിട്ട്. പനിയുടെ സീസണായി ഇപ്പം. ഞാനത് അറിഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം. എന്തോ ഞാനിങ്ങനെ ടി വി ഒക്കെ വെച്ചപ്പോൾ ചാച്ചനിങ്ങനെ ടി വി വെച്ചപ്പോൾ ഞാൻ അവിടെ പോയി നിന്നപ്പോൾ പനി കൂടുന്നു, പനിയായിട്ട് ഒരുപാട് പേര് മരിച്ചു. പത്തനംതിട്ടയിൽ ഇന്ന് ഉച്ചയ്ക്ക് വേണ്ട പത്തനംതിട്ടയിൽ എന്താ പനി ഭയങ്കര കൂടുന്നു, പത്തനംതിട്ട ഒരാൾ മരിച്ചു ബിക്കോസ് ഓഫ് പനി എന്നൊക്കെ ഞാൻ കേട്ടു. എന്നല്ല, സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ, സേഫ് ആയിട്ടിരിക്കണം. അത് മറക്കരുത്. ഈ ഒരു സീസണിന്റെ ഒരു പ്രത്യേകതയാണ്. ഒരു കാലം വന്ന് ഇങ്ങനെ മനുഷ്യനെ പറ്റിച്ചുകൊണ്ടിരിക്കും. The time is ripe to reveal the story. That's great, Malu. The time is ripening പറയില്ലടാ, verb ആയിട്ടല്ല അത് ഉപയോഗിച്ചേക്കണേ, adjective ആയിട്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ പറയണേ എമിലെ, the time is ripe to give chances for the young talented players in the upcoming cricket World Cup. കേട്ടോ, റൈപ്പ് തന്നെ കൊടുക്കുക, റൈപ്പിംഗ് കൊടുക്കല്ലേ. The match drew up due to bad weather. Match stopped. That's great. The time is ripe to cultivate good habits in your life. That's great. He's weaning his friend away from his bad habits. That's great. The time is ripe for educational reform, Ajo. That's great. The panel draw up alla, panel singular alla emile. Appo the panel draws up kodukam allengil past tense drew up kodukka ട്ടോ.
of a chairman and 8 members. Okay. India is always catch up. India is always catch up. ഇല്ല. India always catch up against Pakistan in international matters. കേട്ടോ, ഇന്ത്യ അവിടെ ഈസിന്റെ ആവശ്യമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ബി ഫോർമുലേഷനിലൂടെ നമ്മൾ ഒരിക്കലും എന്ത് കൊടുക്കത്തില്ല, V5 കൊടുക്കില്ല, V1 കൊടുക്കില്ല. അപ്പോൾ ഈസ് കഴിഞ്ഞിട്ട് പിന്നെ ക്യാച്ചപ്പ് കൊടുക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഇന്ത്യ ഓൾവേസ് ക്യാച്ചപ്പ്, അത് മതി. ഈസിന്റെ ആവശ്യം അവിടെ ഇല്ല കേട്ടോ. ജോർജ് കുട്ടി ഗെറ്റ് കോട്ട് അപ്പ് ഇൻ ദ കേസ്. അനിത, അവിടെ ഒരു പ്രശ്നമുണ്ട്. അനിറ്റ അല്ലേ? അനിറ്റ ജോർജ് കുട്ടി ഗെറ്റ്സ് കോട്ട് അപ്പ് അല്ലെങ്കിൽ ഗോട്ട് കോട്ട് അപ്പ്. പാസ്റ്റ് ടെൻസ് കൊടുക്കുക. ജോർജ് കുട്ടി ഒരാളായതുകൊണ്ട് സിംഗുലർ കൊടുത്താലും കുഴപ്പമില്ല. ജോർജ് കുട്ടി ഗെറ്റ്സ് കോട്ട് അപ്പ് അല്ലെങ്കിൽ ജോർജ് കുട്ടി ഗോട്ട് കോട്ട് അപ്പ്. കേട്ടോ, അങ്ങനെ കൊടുക്കുക, ശ്രദ്ധിക്കണേ. Rintu miss caught up in the session with Shafiq sir due to the strange options in his questions. ഇന്നലെ നീ ഇല്ലാത്ത അതുകൊണ്ടായിരുന്നല്ലേ? മഴ ആയതുകൊണ്ടാണ് നിന്നെ കണ്ടില്ല. ഇന്നലെ എൻ്റെ പൊന്നടാവെ ഞാൻ തന്നെ വിട്ടുപോയി. The time is right for doing exercise. That's great. Good morning, Shiny. Good morning. You have to use your knowledge here because you will never get the time like this. The time is right to market yourself. That's a great sentence, Anu. അടിപൊളി. ഓക്കെ. ദ പോലീസ് ഗെറ്റ് കോട്ട് ഹിം ഇല്ല. അയ്യോ, പോലീസ് അവരെ പിടിച്ചു എന്നുള്ളതാണെങ്കിൽ പോലീസ് കോട്ട് ഹിം മതി. അവിടെ ഗെറ്റ് കോട്ട് ഹിം അല്ല. നമ്മൾ തന്നെ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയി പോവുക, അല്ലെങ്കിൽ അവൻ ഒരു കാര്യത്തിൽ സ്വന്തമായിട്ട് കുരുക്കിൽ പെട്ടുപോവുക, അതിനെയാണ് ഗെറ്റ് കോട്ട് അപ്പ് കേട്ടോ. അപ്പോൾ എമ്മിൽ എങ്ങനെ കൊടുക്കണം, അല്ല സനിൽ എങ്ങനെ കൊടുക്കണം എന്നറിയൂടാ. ദ പോലീസ് ഗോട്ട് കോട്ട് അപ്പ് ഇൻ എ ഡ്രഗ് കേസ്. പോലീസ് കുടുങ്ങിപ്പോയി അതിൽ എന്ന് പറയാം. ഈ ഒരു പരിപാടി കൊണ്ട് കുടുങ്ങിപ്പോയി എന്ന് പറയാലോ, അങ്ങനെ. അപ്പോൾ അത് കേട്ടോ. പിന്നെ പോലീസ് ഗെറ്റ് കോട്ട് അപ്പ് പറയാം, ഗോട്ട് ഹിം പറയില്ല കേട്ടോ, അതാണ് വ്യത്യാസം. ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ക്യാച്ച് അപ്പ് ഇൻ അറ്റൈനിങ് ദ ഷെയർസ് ഓഫ് ദ കമ്പനി. ദാറ്റ്സ് ഗ്രേറ്റ് സെന്റൻസ്. അപ്പോൾ ലൈവിലുള്ളവർ ഉഷാറാക്കി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇടുക പിള്ളേരെ. എന്താണ് ഒരു ഉഷാറില്ലല്ലോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇടുക, ഷെയർ ചെയ്യും മറ്റുള്ളവരിലോട്ട്. നമ്മുടെ സെഷൻ അങ്ങ് എന്താ പറയുക, അങ്ങ് എല്ലാവരിലോട്ടും എത്തട്ടെ, ഒരുപാട് പേർക്ക് ഗുണമുണ്ടാവട്ടെ. ഓക്കെ. അപ്പോൾ ദ ടൈം ഇസ് റൈറ്റ്, ക്യാച്ച് അപ്പ്, ഡ്രോ അപ്പ്, ഷോർട്ട് ഓഫ്, win somebody of something, get caught in something, stakeholder എന്നുള്ളത് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇന്നത്തെ ഫ്രേസൽ വേർബ്സ്, ഇഡിയംസ് ആൻഡ് വൺ വേർഡ്സ് ഇതൊക്കെയാണ്. അപ്പോൾ കൊച്ചിയിൽ മഴ വന്നാൽ പിന്നെ ഇപ്പോൾ പനി ഒന്നുമില്ല, ഇൻക്ലൂഡിങ് മലേറിയ, ഡെങ്കു, ഇല്ലാത്ത പനിയൊന്നുമില്ല അല്ലേ? ഓ ശരി. ദിസ് ടൈം ഇസ് റൈറ്റ് ഫോർ പുട്ട് അവർ ഹൗസ്. അല്ലല്ല ദേവിക, ദിസ് ടൈം ഇസ് റൈറ്റ് ടു പുട്ട് അവർ ഹൗസ് ഇൻ ഓർഡർ ഇൻ കേസ് ഓഫ് സ്റ്റഡീസ് കേട്ടോ. റൈറ്റ് ടു പുട്ടാണ് അത്. He is short of money, so he was not able to buy food for his family. Right, that's a great sentence. Moving on, നമ്മുടെ ഡയറി ഫോം ഇൻസ്ട്രക്ടറിന്റെ 5ാമത്തെ ബാച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾ ക്ലാസ്സിൽ തുടങ്ങിയിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഇനി ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. കാരണം സെപ്റ്റംബർ മാസം എക്സാം ഇല്ല, ഒക്ടോബർ മാസം എക്സാം ഇല്ല. നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ കാലണ്ടർ കണ്ടു അല്ലേ? അല്ല, ഒക്ടോബർ അല്ല, സെപ്റ്റംബർ മാസം എന്തായാലും ഇല്ല. ഒക്ടോബറിൽ എനിക്ക് ഡൗട്ട് ഉണ്ട്, അതുകൊണ്ട് ഞാൻ വിട്ടു. അപ്പോൾ എന്തായാലും സെപ്റ്റംബർ മാസം ഇല്ല. അപ്പോൾ നമുക്ക് ഇനി പഠിക്കാൻ ജൂലൈ ഉണ്ട്, ഓഗസ്റ്റ് ഉണ്ട്, സെപ്റ്റംബർ മാസം ഉണ്ട്. 3 മാസം നമുക്ക് പഠിക്കാൻ ഇനി സമയമുണ്ട്, ധാരാളം സമയമുണ്ട്. കാരണം നമുക്ക് ഡയറി ഫോം ആനിമൽ ഹസ്ബൻഡറി പോർഷൻ ടോപ്പിക്, പിന്നെ നമുക്ക് നമ്മുടെ സയൻസ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, ഇത്രയും പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സമയമുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോകും. ആരെങ്കിലും ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, അപ്ലൈ ചെയ്തിട്ട് ജോയിൻ ചെയ്യുക, അല്ല പഠിക്കുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് മെൻ്റർ സപ്പോർട്ട് ഉണ്ട്, അതുപോലെ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുണ്ട്. അതുപോലെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾക്ക് പഠിക്കാനും ടെലിഗ്രാം ഗ്രൂപ്പിൽ ഡൗട്ട്സ് ചോദിക്കാനൊക്കെ ഒരു അവസരമുണ്ട്. അപ്പോൾ അതൊന്ന് യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ LSGSന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഉടനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഗസറ്റഡ് പോസ്റ്റ് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോങ് ടേം ബാച്ച് നമ്മൾ തുടങ്ങുകയാണ്. 5-6 മാസത്തെ ഒരു ബാച്ചാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ധൈര്യമായിട്ട് വന്ന് ജോയിൻ ചെയ്യുക. 2240 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് കോഴ്സ് അവൈലബിൾ. ആ കോഡ് അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അതേപോലെ നമ്മുടെ LDCയുടെ ക്ലാസ്സുകൾ നമ്മൾ ലോങ് ടേം ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സീരീസ് നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലെ? PYQ സീരീസ് ഒക്കെ ആയിട്ട് ഞാൻ ഷഫീഖ് സാറും അതുപോലെ തന്നെ ഞങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പരമാവധി ജോയിൻ ചെയ്യുന്നവരെ മറക്കണ്ട. ക്ലാസ്സുകൾ മുന്നോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് യൂട്യൂബിൽ നിങ്ങൾക്ക് സെഷൻസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ബേസിക്സ് കവർ ചെയ്ത് ഒരു കോഴ്സ് ജോയിൻ ചെയ്ത്, ബേസിക്സ് ഇല്ലാത്ത ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ കോഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ മറക്കാതെ Adda247 ആപ്പ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ Adda247 മലയാളം എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് ഓൺലൈൻ ക്ലാസ് 2023 എടുക്കുക. അതിൽ പോകുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ബയോ നൗ കൊടുക്കുന്നതിന് മുമ്പ് ഓഫേഴ്സ് കൊടുക്കുക, ഓഫേഴ്സ് കൊടുക്കുക. ആ ഓഫേഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ കൂപ്പൺ കോഡ് ഉണ്ടോ എന്ന് ചോദിക്കും. ആ കൂപ്പൺ കോഡിൽ Y314 ഇട്ട് കൊടുക്കുക കേട്ടോ. Y314 ഇട്ട് കൊടുക്കുക. അത് നമുക്ക് ക്ലാസ്സിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, ഓഫറൊക്കെ ഇട്ട് ക്ലാസ് അവൈലബിൾ ആവും. ഓക്കെ, അപ്പോൾ അടുത്ത വേർഡ്സിലോട്ട് പോകാം കേട്ടോ. അടുത്ത വേർഡ്സിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സെൻറ്റൻസ് കുറച്ചുകൂടെ വന്നല്ലോ. ഓക്കെ, അപ്പോഴേക്കും നമുക്ക് സെൻറ്റൻസിലോട്ട് പോകാം. ഓക്കെ, യാ ഗുഡ് മോർണിംഗ് നന്ദന. ഗുഡ് മോർണിംഗ്. യു കുഡ് ഹാവ് സെഡ് ഇറ്റ് ഇൻ എ പൊളൈറ്റ് വേ. It's right, ma'am?
ഇറ്റ്സ് റൈറ്റ് അല്ലേ, ഈസ് ഇറ്റ് റൈറ്റ് മാം എന്ന് ചോദിക്കണം. ചോദ്യം വരുമ്പോണ്ടല്ലോ വന്ദന, യു കുഡ് ഹവ് സെഡ് ഇറ്റ് ഇൻ എ പൊളൈറ്റ് വേ എന്ന് പറഞ്ഞ് കറക്റ്റ് യൂസേജ് ആണ്. കറക്റ്റ് യൂസേജ്, നിനക്കതൊരു പൊളൈറ്റ് വേയിൽ പറയാമായിരുന്നു എന്നാണ് വന്ദന പറഞ്ഞത്. അത് കറക്റ്റാണ്. അപ്പം നമ്മൾ ഒരാൾ ഇത് കറക്റ്റ് ആണോ ചോദിക്കുന്ന രീതി ഓക്സിലവ് ബാധ്യം വരാം. ഈസ് ഇറ്റ് റൈറ്റ് എന്ന് ചോദിക്കും. ഈസ് ഇറ്റ് റൈറ്റ്, അത് കറക്റ്റാണ് കേട്ടോ. യെസ് വന്ദന. Okay, I use Sunday to catch up on my sleep. Catch up with my sleep. Okay. ഷെഫീഖ് സാറിന്റെ വിചിത്രമായ ഓപ്ഷൻസ് കണ്ടു. വിജിൻ സാർ നാട് വിട്ടു അതൊക്കെ കേട്ടത് സത്യം. അവർ തമ്മിൽ കണ്ടിട്ട് കുറച്ചായിരുന്നു ഞാനും കേട്ടു. അല്ലെങ്കിൽ ഇടയ്ക്ക് അവർ തമ്മിൽ മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഇന്ത്യ ലോസ് മാച്ച് ഇൻ ഷോർട്ട് ഓഫ് 35 റൺസ് അഗൈൻസ്റ്റ് ഓസ്ട്രേലിയ. ദാറ്റ്സ് ഗ്രേറ്റ്. LIC ADO കണ്ടിജൻസി ലിസ്റ്റിൽ പേരുണ്ട് മാം, കിട്ടാൻ ചാൻസ് ഉണ്ട് മാം. ഓക്കെ. LICയുടെ കിട്ടാൻ ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എങ്ങനെ ഇതിൻ്റെ ഒരു പോസിബിലിറ്റി എന്ന് നോക്കട്ടെ. ശ്രീവാത്സ നോക്കാട്ടോ. കാര്യം വെച്ചാൽ നല്ല പോസ്റ്റാണ്. അപ്പോൾ ഉറപ്പായിട്ടും അവർ വിളിക്കുമെന്നായിരിക്കും, ഇൻ്റർവ്യൂവിന് വിളിക്കും. ഓൾറെഡി നമ്മുടെ കുട്ടികൾ കുറേ പേര് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇപ്പോൾ തന്നെ. അപ്പം നല്ല രീതിയിൽ, വളരെ സിമ്പിളായ രീതിയിൽ തന്നെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചതൊക്കെ അവർ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒന്ന് നോക്കാം കേട്ടോ. വിളിക്കുമെന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ അന്വേഷിക്കട്ടെ. പക്ഷേ വിളിക്കുമെന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ എന്നാലും എങ്ങനെയാണെന്നുള്ളതായിരുന്നു നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ദാറ്റ്സ് ഇറ്റ് അല്ലേ. അത് ഞാൻ നോക്കി പറയാം. The befuddled traveler had no idea where he was. That's a great sentence, Vandana. ഇന്നലെ കുറച്ച് ബിസി ആയിരുന്നു അതല്ലേ. ഓക്കെ, അതാണ്. നിന്നെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ കുറേ തവണ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് വേർഡ്. ഇന്നത്തെ സിനിമയിൽ ആദ്യത്തെ സിനിമ പിടിച്ചോളൂ. ഫോജിയ അറിയാലോ. മേക്ക് ചെയ്യുക, ഷേപ്പ് ചെയ്യുക, ഹാമർ ഔട്ട് ചെയ്യുക, ബിൽഡ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക അല്ലേ. നമ്മളൊരു കാര്യം വാർത്തെടുക്കുക എന്നൊക്കെ പറയില്ല, അതിനാണ് നമ്മൾ ഫോജിയ എന്ന് പറയുക. ഐ വുഡ് ലൈക്ക് ടു ഫോജ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ ഫോർ യു. എനിക്ക് നിങ്ങൾക്കൊരു നല്ലൊരു ഫ്യൂച്ചർ വാർത്തെടുക്കാൻ താല്പര്യമുണ്ട്. അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഫോജ് ഗുഡ് വൊക്കാബുലറി ഇൻ യു. ഷേപ്പ് ഗുഡ് വൊക്കാബുലറി ഇൻ യു, അങ്ങനെ പറയില്ല. അസാനാണ് ഫോജിയ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫോജ്. അടുത്ത കൺസെൻസസ്. കേട്ട് പരിചയമുണ്ടായിരിക്കും കൺസെൻസസ്. കൺസെൻസസ് എന്ന് പറഞ്ഞാൽ അഗ്രിമെന്റ്, ഹാർമണി, യൂണിറ്റി അല്ലെ അക്കോർഡ് എന്നൊക്കെ പറയുന്ന കാര്യമാണ് കൺസെൻസസ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഓർത്തോണം കൺസെൻസസ്. ഓക്കെ, അതാണ് കൺസെൻസസ്. നൗണാണ് കൺസെൻസസ്, അറിയാലോ. അതാണ് കൺസെൻസസ് എന്ന് പറയുന്ന വാക്ക്. കേട്ട് പരിചയമുള്ള ഒരുപാട് തവണ നമ്മൾ റിപ്പീറ്റീവ് ആയിട്ട് പറഞ്ഞ കാര്യമാണ് കൺസെൻസസ്. പിന്നെ ഉള്ളത് ഡൈഡാക്റ്റിക്. ഡൈഡാക്റ്റിക്കിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നമുക്ക് സംതിങ് ഇൻറ്റൻഡിങ് ടു ടീച്ച്. നമുക്കൊരു ഒരാളെ ഓർ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു കാര്യം. സംതിങ് ഇൻറ്റൻഡിങ് ടു ടീച്ച് സംതിങ് ടു സംബഡി. അല്ലെങ്കിൽ ഒരാളുടെ മോറൽ കാര്യങ്ങളിലോട്ടുള്ള ഒരു എന്താ പറയുക, നമ്മളൊരു മാറ്റിയെടുക്കുന്ന രീതിയിലുള്ള അതിനെയൊക്കെയാണ് എന്ത് പറയുക, ഡൈഡാക്റ്റിക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ദിസ് ഇസ് ഫോർ ഡൈഡാക്റ്റിക് പർപ്പസ് എന്ന് പറഞ്ഞാൽ അത് ഇൻസ്ട്രക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് ഡൈഡാക്റ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇൻഫർമേറ്റീവ്, ഇൻസ്ട്രക്റ്റീവ്, അതുപോലെ തന്നെ എന്താണ് എഡ്യൂക്കേഷണൽ എന്നൊക്കെ പറയാം. അതാണ് ഡൈഡാക്റ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥം. അഡ്ജക്റ്റീവ് ആണ്, ഓർത്ത് വെച്ചോ കേട്ടോ. അടുത്തത് അന്യൂ. വെറും ന്യൂ എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്. അന്യൂ എന്ന് പറഞ്ഞാൽ അഡ്വർബ് ആണ്. ഓർത്തോണേ, അന്യൂ എന്ന് പറഞ്ഞാൽ അഡ്വർബ് ആണ്. വെറും ന്യൂ അഡ്ജക്റ്റീവ്, അന്യൂ എന്ന് പറഞ്ഞാൽ അഡ്വർബ്. അപ്പോൾ നിങ്ങൾക്ക് പറയാം എന്താ പറയുക, ലെറ്റ് സ്റ്റാർട്ട് അവർ സ്റ്റഡീസ് അന്യൂ എന്ന് പറഞ്ഞാൽ ലെറ്റ് സ്റ്റാർട്ട് അവർ സ്റ്റഡീസ് വൺസ് അഗൈൻ. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ പഠനം ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്തേക്കാം. അപ്പോൾ ചിലർ പറയില്ലേ, മിസ്സേ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ബ്രേക്കൊക്കെ വന്നു, എനിക്കിപ്പോൾ പഠിക്കാനൊന്നും. ചിലർ എന്നോട് പറയാറുണ്ട് കേട്ടോ. വ്യക്തിപരമായിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജസ് പേഴ്സണലായിട്ട് വരാറുണ്ട്. മിസ്സേ പഠിക്കാൻ പറ്റിയില്ല, ഇനിയും പഠിച്ചാൽ പറ്റുമോ? ഞാൻ പറയും യാ, ലെറ്റ് സ്റ്റാർട്ട് അന്യൂ. നമുക്കൊന്നുകൊണ്ട് തുടങ്ങാം. വൺസ് മോർ, അഗൈൻ, അഫ്രഷ്, ഓവർ അഗൈൻ. അതാണ് അന്യൂ എന്ന അഡ്വേർബിൻ്റെ അർത്ഥം. ഓർത്ത് വെച്ചോളെ, ഒരിക്കൽ കൂടി എന്നാണ് അന്യൂയുടെ അർത്ഥം. ഒന്നുകൂടി പുതിയതായിട്ട്, അതാണ് കേട്ടോ. അഗൈൻ, അതിനെയാണ് അന്യൂ എന്ന് പറഞ്ഞത്. അന്യൂ, അഫ്രഷ് ഒക്കെ ഒരേ മീനിങ് ആണ്. അടുത്ത റെമനന്റ് ആണ്. റെമനന്റ് കേട്ട് പരിചയം ഉണ്ടായിരിക്കുമല്ലോ. റിമെയിൻസ്, അവശിഷ്ടം. റെസിഡ്യൂ, റിമെയിൻസ് പ്ലൂറലാണ് കേട്ടോ. റെമനന്റ് പ്ലൂറൽ അല്ല, സിംഗുലർ ആണ്. റെമനൻസ് പ്ലൂറൽ ഉണ്ട്, പക്ഷെ റിമെയിൻസ് പ്ലൂറൽ നൗൺ ആണ്. ബിലോങ്ങിങ്സ്, റിമെയിൻസ് ഒക്കെ പ്ലൂറൽ നൗൺ ആണ്. നമുക്കറിയാലോ, നമ്മൾ കേട്ട് പഠിച്ചിട്ടുള്ളല്ലേ, പരിചയമുള്ളതായിരിക്കും അല്ല. എന്താ പറയുക, സ്റ്റഡീസ്, അതുപോലെ തന്നെ നമ്മുടെ ആംസ്, ALMS, അതൊക്കെ പ്ലൂറൽ നൗൺസ് ആണ്. അതിൽ പെടുന്ന റിമെയിൻസ് അവശിഷ്ടങ്ങൾ. ബിലോങ്ങിങ്സ്, നമ്മുടെ സ്വന്തം സാധനങ്ങൾ, ബിലോങ്ങിങ്സ് ഇല്ലേ, അപ്പോൾ അതൊക്കെ പ്ലൂറൽ നൗൺസ് ആണ്. അപ്പോൾ അതിൽ പെടുന്ന റിമെയിൻസ്. അപ്പോൾ ഞാനൊന്ന് എടുത്ത് പറഞ്ഞു എന്ന് മാത്രമല്ല, എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ കേട്ടോ. അല്ലെങ്കിൽ റിമൈൻഡർ, നമുക്കൊരു എന്താ പറയുക, റിമൈൻഡർ അല്ലേ, ഇന്നലെ ഞാൻ അനൂപിനോട് പറഞ്ഞില്ലേ, റിമൈൻഡർ ഇസ് ഡിഫറെൻറ്റ്, റിമൈൻഡർ ഇസ് ഡിഫറെൻറ്റ്. റിമൈൻഡർ ഓർമ്മപ്പെടുന്നില്ല, റിമൈൻഡർ ഇസ് ഡിഫറെൻറ്റ്. അതിൻ്റെ ബാക്കി അവശിഷ്ടം എന്നുള്ള രീതിയിലാണ്. ലെഫ്റ്റ് ഓവേഴ്സ്, റെസിഡ്യൂ എന്നൊക്കെയാണ് നമ്മുടെ ഈ റെമനന്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വാക്ക് അറിയാവുന്ന വാക്കാണ്, പുതിയ വാക്കൊന്നുമല്ല, ഓർത്ത് വെക്കാം. നോക്കട്ടെ നിങ്ങളുടെ സെൻറ്റൻസ്. ഓക്കെ, someone forged my check. Okay, that's great.
He's weaned his enemy. He is wean alla. He weans his enemy of doing evil things. അങ്ങനെ കൊടുക്കാം കേട്ടോ ഷൈനി. He weans his enemy. അവിടുത്തെ സബ്ജക്റ്റ് he ആണ്. അപ്പോൾ വെർബ് വീൻ ആണ് കൊടുക്കേണ്ടത്, ഈസ് അല്ല. ഈസ് അവിടെ വേണ്ട. ഈസ് പ്ലസ് ബി, ബി പ്ലസ് ബി വൺ ഇല്ല, കൊടുക്കരുത് കേട്ടോ. ദാറ്റ്സ് റോങ്. The carpenter forged a beautiful furniture from the wood. That's great. From the wood വേണ്ട, from wood മതി. വെറും the wood വേണ്ട, from wood. ഓക്കെ, അല്ലെങ്കിൽ ഇന്ന വുഡ് എന്നാണ് എടുത്ത് പറഞ്ഞെങ്കിൽ ഓക്കെ കേട്ടോ. ഈ വുഡിൽ നിന്നാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ വുഡ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. അത് നമ്മൾ അനാവശ്യമായിട്ട് ഒരിക്കലും നമ്മൾ ഡെഫിനറ്റ് ആർട്ടിക്കിൾ കൊടുക്കാറില്ല, അറിയാലോ. ഫ്രം ദ റോസ് വുഡ്, ഫ്രം ദ ടീക്ക് വുഡോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഓക്കെയാണ്. The higher education field of Kerala is maligned due to some document forgery cases. Yes. Can we reach a consensus on this issue? That's great. They forge a story to mislead him. Great. The consensus of opposition leaders will bring a hope for the Lok Sabha elections in 2024. That's great. Ma'am, your class is didactic. I'm so glad to hear that. Thank you so much. Sunday became a rainy and awesome afternoon. കൊള്ളാം. ഇത്തവണത്തെ സൺഡേ എങ്ങനെയായിരുന്നു അല്ലേ? നമ്മുടെ സൺഡേ എങ്ങനെയായിരുന്നു? റെയിനി അല്ലായിരുന്നു, ക്ലൗഡി ആയിരുന്നു. We should repeat the exercise. We should repeat the exercise anew. Anew അവിടെ അല്ലടാ കൊടുക്കേണ്ടത്, ആ സെന്റൻസ് ലാസ്റ്റ് കേട്ടോ. അതായത് we should repeat the exercise anew എന്ന് കൊടുക്കുക കേട്ടോ. എമിലെ, India and Egypt reached a consensus. That's a great sentence. He is determined to begin his life anew. That's a great sentence. The chief minister himself made and consensus അല്ലല്ലോ സനിലെ, എ കൺസെൻസസ്. കൺസെൻസസ് എന്ന് പറയുന്നത് കേ സൗണ്ട് അല്ലടാ. കേ സൗണ്ട് ഇസ് ഹാർഡ് സൗണ്ട് ആണ്, കോൺസൺ സൗണ്ട് ആണ്. അതിൽ ആൻഡ് കൺസെൻസസ് പറയില്ല, ആ കൺസെൻസസ് കൊടുക്കട്ടാ. അത് കൊടുക്കണേ, ശ്രദ്ധിക്കണേ. Between employees and the managers to avoid the strike. That's great. There's a didactic notice board in front of the gate. Gap in front, in front of. അങ്ങനെ കേട്ടോ അനിത. We'll have to start everything anew. That's great. Scholar A thinks this. However, Scholar B reached a different conclusion. That's a great sentence, Vandana. Your classes give to us didactic ideas. Give to us അല്ല, give us. To വേണ്ട അനുപമ. Give എന്ന് പറഞ്ഞ ട്രാൻസിറ്റീവ് verb. ഇങ്ങനെ കൊടുക്കുന്നത്. Your classes gives us didactic ideas എന്ന് കൊടുക്കുക. Okay. And I'm really glad to hear that. I'm so thankful of you. അപ്പോൾ ഓണേഡ് ആണ്. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോകാം, നെക്സ്റ്റ് സെറ്റിലോട്ട് പോകാം. ക്ലിയർ ആണല്ലോ? ഫോർജ്, കൺസെൻസസ്, ഡൈഡാക്റ്റിക്, ന്യൂ ആൻഡ് റെമനന്റ്. ഓക്കെ, അടുത്ത വാക്കിലോട്ട് പോവാം. അടുത്ത ഫൈനൽ സെറ്റാണ് ഇന്ന് കുറച്ചുള്ളൂ വേർഡ്സ്. ബ്രീച്ച്, ബ്രീച്ച് ചെയ്യുക ഓർ ബ്രീച്ച് എന്ന നൗൺ. ബ്രീച്ച് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ, വയലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വയലേഷൻ എന്നാണ്. അപ്പോൾ ബ്രീച്ച് ഇത് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ള വാക്കാണ് കേട്ടോ. അതാണ് ബ്രീച്ചിൻ്റെ അർത്ഥം വയലേഷൻ, ബ്രേക്ക്, കൺട്രവെൻഷൻ എന്നൊക്കെയാണ്. അപ്പോൾ ബ്രീച്ച് ചെയ്യുക എന്ന് പറഞ്ഞാലോ വയലേറ്റ് ചെയ്യുക, കോൺട്രവീൻ ചെയ്യുക, റപ്ചർ ചെയ്യുക, ബ്രേക്ക് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. മനസ്സിലായില്ലേ? ബ്രീച്ച് ചെയ്യുക എന്നുകൊണ്ട് ബ്രീച്ച് എന്ന നൗണുണ്ട്. സെയിം മീനിങ്ങിലുള്ള നൗൺ ആൻഡ് വേർബ് കോമ്പിനേഷൻ ആണ് ഈ പറഞ്ഞ ബ്രീച്ച് എന്ന വാക്ക് കേട്ടോ. നൗണും ഉണ്ട് അതേപോലെ വേർബും ഉണ്ട്, ഒരേ മീനിങ്ങുമാണ്, സെയിം സാധനമാണ് അല്ലേ. ബ്രീച്ച് കോൺട്രാക്ട്, ബ്രീച്ച് കോൺട്രാക്ട് അല്ല ബ്രീച്ച് ട്രീറ്റി എന്നൊക്കെ പറയുന്നുള്ളത്. ബ്രീച്ച് പാക്ട്, ഒരു പാക്ട് ബ്രീച്ച് ചെയ്യുക എന്നൊക്കെ പറയുന്നത് സെയിം സാധനം, വയലേറ്റ് ചെയ്യുക തന്നെ. അപ്പോൾ അതേ സമയത്ത് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വയലേഷൻ ഓഫ് കോൺട്രാക്ട് അല്ലെങ്കിൽ കൺട്രവെൻഷൻ ഓഫ് കോൺട്രാക്ട് എന്ന് പറയും ആ സാധനം. അതാണ് ബ്രീച്ച്. നൗണായിട്ടും വേർബായിട്ടും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡ്. അടുത്തത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. കേട്ടില്ലേ? ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. ഈ പറയുന്ന വാക്കുകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടേ. അതിൻ്റെ നൗൺ ഫോം ചെയ്യുക വളരെ സിമ്പിളാണ്. ആൻറ്റിസിപ്പേഷൻ, മാനിപ്പുലേറ്റ്, മാനിപ്പുലേഷൻ. കേട്ടില്ലേ? ആൻറ്റിസിപ്പേഷൻ. ഓക്കെ, അതാണ്. പോപ്പുലേറ്റ് ചെയ്യുക, പോപ്പുലേഷൻ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ. ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക, ആൻറ്റിസിപ്പേഷൻ. അതാണ് നൗൺ. അപ്പോൾ ഓർത്തോണം, ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റ് ചെയ്യുക അല്ലേ. ഒരു കാര്യം നമ്മൾ പ്രതീക്ഷിക്കുക, എക്സ്പെക്റ്റ് ചെയ്യുക. ഫോർസി, മുൻകൂട്ടി കാണുക. പ്രെഡിക്റ്റ് ചെയ്യുക, ഫോർ ഷാഡോ ചെയ്യുക, അല്ലെങ്കിൽ പ്രൊസീഡ് ചെയ്യുക. അതിനൊക്കെയാണ് നമ്മൾ എന്താ പറയുക, ആൻറ്റിസിപ്പേറ്റ്. ഒരു കാര്യത്തെ നമ്മൾ വരുമെന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട്, എക്സ്പെക്റ്റ് ചെയ്യുക അല്ലേ. ഡു നോട്ട് ആൻറ്റിസിപ്പേറ്റ് ദാറ്റ് ഇറ്റ് വിൽ ബി ഫൈൻ. നീ വെറുതെ വിചാരിക്കൊന്നും വേണ്ട ശരിയാവും, നമുക്ക് നോക്കാം, നോക്കിയിട്ട് ചെയ്യാം. ചിലർ പറയില്ലേ, നമ്മുടെ ചില ഫ്രണ്ട്സ് ഭയങ്കര ഫ്രാങ്ക് ആണല്ലേ. ചില ഫ്രണ്ട്സിനെ ശ്രദ്ധിച്ചറിയാം, ഭയങ്കര ഫ്രാങ്കാ. അല്ലാതെ നമ്മൾക്ക് എന്താ പറയുക, വെറുതെ പാഴ്മോഹങ്ങളൊന്നും തരില്ല. വെറുതെ ചാടിക്കരുത് വിശ്വസിക്കുമ്പോൾ തന്നെ എല്ലാം സെറ്റ് ആവും, നമുക്ക് നോക്കട്ടെ, നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം അല്ലേ. ചില ആൾക്കാർ പറയും അതാണ് കറക്റ്റ്. ചില സമയത്ത് വളരെ ഭയങ്കര പാവം പിടിച്ച് നമ്മളിപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ചില സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ സമാധാനിപ്പിക്കാനൊക്കെ പറയാറുണ്ട്.
Oh, it's okay. Anticipate that everything is gonna be fine. Oh, എല്ലാം ഫൈൻ ആണെന്ന് വിചാരിച്ചോ എന്ന് പറയും. എക്സ്പെക്ട് ചെയ്തോളാൻ പറയും. സോ ദാറ്റ് ഇസ് ആൻറ്റിസിപ്പേറ്റ്. എക്സ്പെക്ട് ചെയ്യുക, മുൻകൂട്ടി പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക എന്ന വാക്കിൻ്റെ അർത്ഥം. അടുത്ത് ഗാംബിറ്റ്. ഗാംബിറ്റ് കേട്ടിട്ടില്ലേ? നിങ്ങളൊരു എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പം നെറ്റ്ഫ്ലിക്സ് തീർന്നോന്ന് എനിക്കറിയില്ല. നെറ്റ്ഫ്ലിക്സിൽ കുറച്ച് കാലത്ത് ടോപ്പ് 10 ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു ഇതാണ് ക്വീൻസ് ഗാംബിറ്റ് എന്ന് പറയുന്ന ഒരു സീരീസ്. ക്വീൻസ് ഗാംബിറ്റ് ബ്രിട്ടീഷ് സീരീസ് ആയിരുന്നു. ഓർ ആണ്, ഇപ്പോഴുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനത് ഫോളോ ചെയ്യാറില്ല, ബട്ട് അത് ഞാൻ അറിഞ്ഞു ടൈറ്റിലൊക്കെ ഉണ്ടായിരുന്നു. സോ ക്വീൻസ് ഗാംബിറ്റ് എന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞിട്ടുണ്ടോ തോന്നുന്നു. ഗാംബിറ്റ് ഒരു തവണ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇതേ സാധനം ഞാൻ പറഞ്ഞിട്ടുള്ളതായിട്ട് എൻ്റെ ഒരു വിശ്വാസം. ഒരു 3-4 മാസം മുമ്പായിരിക്കും. അപ്പോൾ ക്വീൻസ് ഗാംബിറ്റ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്, നെറ്റ്ഫ്ലിക്സിൽ ഉണ്ടായിരുന്നു, ഓറുണ്ടോ ഐ ഡോണ്ട് നോ. അപ്പോൾ എനിവേസ്, ഗാംബിറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്: സ്ട്രാറ്റജം, പ്ലാൻ, സ്കീം, മനൂവർ, ഓപ്പറേഷൻ എന്നൊക്കെ പറയും. അപ്പം ക്വീൻ്റെ പ്ലാൻ അല്ലേ, നമ്മുടെ ക്വീൻ്റെ പ്ലാൻ ആണത്, ക്വീൻ്റെ സ്ട്രാറ്റജമാണ്, ക്വീൻ്റെ സ്കീമാണ് എന്നൊക്കെ പറയില്ലേ, അതാണ് ഓപ്പറേഷൻ എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ ഈ ഗാംബിറ്റ് എന്ന വാക്കിന്. ഓർത്ത് വെച്ചു, ഓപ്പറേഷൻ, മനൂവർ കേട്ടോ. മനൂവർ എന്ന് പറയുമ്പോൾ തന്നെ ഓപ്പറേഷൻ എന്നല്ല അർത്ഥം, ആക്ടിവിറ്റി എന്നൊക്കെ അർത്ഥത്തിൽ. അപ്പോൾ ഓർത്ത് വെച്ചോളും, ഓപ്പറേഷൻ, സ്ട്രാറ്റജം, സ്കീം, പ്ലാൻ, മനൂവർ എന്നൊക്കെയാണ്. മനൂവറിൻ്റെ സ്പെല്ലിംഗ് മാറില്ല, MANOEUVRE, മനൂവർ കേട്ടോ. മനൂവർ ചെയ്യുക എന്ന വേർബും ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞു ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഓർത്ത് വെച്ചോളാം. അപ്പോൾ ഞാൻ നിങ്ങളുടെ സെൻറ്റൻസ് നോക്കട്ടെ, കുറച്ച് സെൻറ്റൻസ് വന്നിട്ടുണ്ടല്ലോ. ലെറ്റ് മീ സീ. The didactic programs forge a new perspective of teaching among teachers. That's great. Consensus between India and US will forge a technology development in future. Technology development അല്ല അജോ, ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്. ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് നമ്മൾ പറയില്ലേ, ടെക്നോളജിക്കൽ എന്നാണ് പ്രൊനൗൺസിയേഷൻ, ടെക്നോളജിക്കൽ കേട്ടോ. ടെക്നോളജി ഡെവലപ്മെന്റ് എന്നല്ല, ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഇൻ ഫ്യൂച്ചർ കേട്ടോ. The remnants of the building still remained unmoved. That's great. Youth are breaching traffic rule always. Youth are അല്ല, പ്ലൂറൽ ആയിട്ട് നമ്മൾ ദ യൂത്ത് ഇസ്, ഒരു കമ്മ്യൂണിറ്റിയെ പറയുന്നത് ദ യൂത്ത് ഇസ് കേട്ടോ. ദ യൂത്ത് ഇസ് ബ്രീച്ചിങ് ട്രാഫിക് റൂൾ, ദ യൂത്ത് ഇസ് ഓൾവേസ് ബ്രീച്ചിങ് എന്ന് കൊടുക്കുക. ദ യൂത്ത് ഇസ് ഓൾവേസ് ബ്രീച്ചിങ് ട്രാഫിക് റൂൾസ് കേട്ടോ, റൂൾസ് കൊടുക്കുക. ഐ ആൻറ്റിസിപ്പേറ്റ് യു ആസ് മൈ പൈനിയർ. അങ്ങനെ ഒരു പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ആസ് മൈ പൈനിയർ എന്ന് കൊടുക്കുക കേട്ടോ. അങ്ങനെ കേട്ടോ. ദ സ്കൾപ്ചർ ഫോർജ് എ ബ്യൂട്ടിഫുൾ സ്കൾപ്ചർ ഓഫ് വുമൺ. അമൃത, അവിടെ ഒരു പ്രശ്നമുണ്ട്. ഫോർജ് ചെയ്തു എന്നാണെങ്കിൽ ഫോർജ്ഡ് കൊടുക്കണം. കാര്യം സ്കൾപ്റ്റർ എന്ന് പറയുന്ന ഓരോ വ്യക്തിയല്ലേ, അപ്പം സിംഗുലർ അല്ലേ, അപ്പം അല്ലെങ്കിൽ വേർബ് സിംഗുലർ കൊടുക്കേണ്ടി വരും. ദ സ്കൾപ്റ്റർ ഫോർജസ് എ ബ്യൂട്ടിഫുൾ സ്കൾപ്ചർ ഓഫ് എ വുമൺ, അല്ലെങ്കിൽ ദ സ്കൾപ്റ്റർ ഫോർജ്ഡ് എന്ന് കൊടുക്കാം. അപ്പോൾ കറക്റ്റ്. Don't breach the code of conduct. That's great. The remnant of his life will always be remembered. That's great, Emil. This is an issue for future research to explore. That's great. Don't anticipate anything from him. That's great. The exam is anticipated to come in soon. Great. Rintu editorial session was a didactic one for every aspirant. അവിടെ നീ കുറച്ച് തെറ്റ് വരുത്തി വെച്ചിട്ടുണ്ടെങ്കിലേ ഞാനത് പറഞ്ഞുതരാം. ഒന്ന്, റിൻറ്റു മിസ്സിൻ്റെ, അപ്പം മിസ് എന്ന് പറയുന്ന, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വാക്ക് എസ്സിൽ അവസാനിക്കുന്ന ഒരു വാക്ക് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം നമ്മൾ എങ്ങനെ കൊടുക്കണം? അപ്പസ്ട്രോഫി അതിന് ശേഷം കൊടുക്കണം. ശ്രദ്ധിക്കണേ, നമ്മൾ എസ്സിൽ അവസാനിക്കുന്ന ഒരു വാക്കുണ്ടെങ്കിൽ ആ വാക്കിന് അതെ ഇവിടെ അപ്പസ്ട്രോഫി കൊടുത്താൽ മതി, വീണ്ടും അപ്പസ്ട്രോഫി എസ് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ കാര്യം റിൻറ്റു മിസ്സിൻ്റെ എഡിറ്റോറിയൽ സെഷൻ കേട്ടോ. പിന്നെ വോസ് ആണോ? അല്ല, ഈസ് ആണ് അല്ലേ, ഇപ്പം നടക്കുന്ന കാര്യമല്ല, അപ്പോൾ ഈസ് കൊടുക്കുക. അപ്പോൾ വോസ് കൊടുക്കരുത് ഒരു കാര്യം. ഡയഡാക്റ്റീവ് വൺ ഫോർ എവറി ആസ്പിറൻസ് ആണോ? അല്ല, അവിടെ വീണ്ടും തെറ്റ്. അതെന്താണെന്നറിയോ? എവറി എന്ന വാക്ക് നീ ശ്രദ്ധിച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവറി, ഈച്ച്, ഐദർ ഒക്കെ ഡിറ്റർമിനേഴ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുള്ളതാണ്, എപ്പോഴൊക്കെ നമ്മൾ ഇത് ഡിറ്റർമിനേഴ്സ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കേണ്ട നൗൺ എപ്പോഴും എന്തായിരിക്കണം? സിംഗുലർ നൗൺ ആയിരിക്കണം. മറക്കല്ലേ, എപ്പോഴും എവറിയുടെ, ഈച്ചിൻ്റെ, ഐദറിൻ്റെ കൂടെ നമ്മൾ കൊടുക്കും സിംഗുലർ നൗൺ ആയിരിക്കണം, വേർബ് സിംഗുലർ ആയിരിക്കണം. അപ്പോൾ എവറി ആസ്പിറൻറ്റ് എന്ന് കൊടുക്കണം കേട്ടോ. എമ്മിലെ ശ്രദ്ധിക്കണേ, അത് ഇമ്പോർട്ടൻ്റ് ആടാ. They breached the law. That's great. Looking forward, further attempts could prove quite beneficial to the literature. That's great, Vandana. This provides a good starting point for discussion and further research. That's great. Remnants of Vijayanagara Empire were found near Tungabhadra River at Hampi in Karnataka. That's great. Shiny, that's great. I anticipated a better suggestion from you. That's great. The students breached the instruction given by the principal. Great. That's a great sentence. Breaching of hostel rules may cause some troubles. Yes. We have to be cognizant while doing any work. That's great. Future investigations are necessary to validate the kinds of conclusions that can be drawn from this study. That's great. Anticipate good results from your good deeds. That's great. You should keep a gambit to win in this game. That's great. I have a gambit to become IAS. That's great. So I'm late. I got
caught and sleeping. അടിപൊളി മുത്തേ, എനിക്ക് ഇഷ്ടപ്പെട്ടു അത്. ബിലാഹിരി നീ കൊള്ളാട്ടോ. എന്നാലും നീ വന്നത് വളരെ സിമ്പിൾ ആയിട്ടല്ലല്ലോടാ, നല്ല പവർഫുൾ ആയിട്ടാണല്ലോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും ലേറ്റ് ആയാലും എനിക്ക് കുഴപ്പമില്ല, ബിക്കോസ് യു മെയ്ഡ് എ ഗ്രേറ്റ് സെന്റൻസ്. അടിപൊളിയായിട്ട് നീ അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വന്നുകൊണ്ട് good for you, and I'm so proud of you. Happy. The anticipation of economic growth will only help to measure the inflation rate in the country. Great. He anticipated that his employees may breach the rules that are within the gambit of contract, so he decided to take cognizance and to shelve them from the service. Oh, ആരതിയും അടിപൊളിയായിട്ട് സെന്റൻസ് പോയിട്ടാണ് വന്നേക്കണേ. His unprecedented speech about her future made her father speechless. Great. Read anew the didactic instructions in the notice board. Okay. Great. Good morning, Aradi. He ruptured the laws of the council as he argues that the policies will be framed for the corporates. Okay. My anticipation about the exam got wrong. Okay. Please shelve the books neatly. Please shelve the books neatly. Emile, shelve cheyu. എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴും V1 വെച്ചിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്യുന്ന ഇമ്പരറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റ് അല്ലേ? പ്ലീസ് ഡു ഇറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. പ്ലീസ് ഡസ് ഇറ്റ് പറയുമോ? ഇല്ല. പ്ലീസ് ഡു ഇറ്റ്. പ്ലീസ് അറേഞ്ച് ഇറ്റ് ഒക്കെയല്ലേ പറയാം. പ്ലീസ് അറേഞ്ചസ് ഇറ്റ് എന്ന് പറയുമോ? അതുപോലെ പ്ലീസ് ഷെൽസ് ഇറ്റ് എന്ന് പറയുമോ? ഇല്ല. അതൊരു ഇമ്പരറ്റീവ് സെൻറ്റൻസ് ആണ്. ഇമ്പരറ്റീവ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ബേസ് വേർബ് വെച്ചാ, റൂട്ട് വേർബ് വെച്ചാ, V1 വെച്ചിട്ടാ. തൊട്ട് മുൻപൊരു ഇതുണ്ടായിക്കോട്ടെ, അഡ്വർബ് ഉണ്ടായിക്കോട്ടെ, പ്ലീസോ കൈൻഡിയോ ഒക്കെ ഉണ്ടായിക്കോട്ടെ റിക്വസ്റ്റ് ആകുമ്പോൾ. പക്ഷേ ആ വേർബ്, ബേസ് വേർബ് എപ്പോഴും V1, അത് ബേസ് വേർബ്, അത് നിർബന്ധമാണ് കേട്ടോ, അത് ശ്രദ്ധിച്ചോണം. ഓക്കെ മിൽ. അപ്പോൾ പ്ലീസ് ഷെൽവ്സ് അല്ല, പ്ലീസ് ഷെൽവ് ദ ബുക്സ് നീറ്റ്ലി കേട്ടോ. ഗുഡ് മോർണിംഗ് ലക്ഷ്മി. ആണ്. ചെസ് ടീമാണ്. അന്ന് നമ്മളത് പറഞ്ഞു അല്ലേ, ഗാംബിറ്റ് ചെസ്, അത് പറഞ്ഞായിരുന്നു. യെസ്, ദ ഗാംബിറ്റ് ടു കൺട്രോൾ ഫീവർ ബൈ ഗവൺമെന്റ് ഇസ് എക്സലന്റ്. ഗാംബിറ്റ് ടു PYQ വന്നിട്ടുണ്ട്. അതെ. യെസ്. താങ്ക് യു ബിലാഹരി, കൊള്ളാല്ലേ. ഇറ്റ് ഈസ് വെരി നൈസ് ടു സി ആരതി ലക്ഷ്മി മേക്കിംഗ് സെന്റൻസ് വിത്ത് മൾട്ടിപ്പിൾ വൊക്കാബുലറീസ് അല്ലടാ, മൾട്ടിപ്പിൾ വൊക്കാബുലറി കേട്ടോ. സന്നീത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. വൊക്കാബുലറി എന്ന വാക്ക് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അതിന് പ്ലൂറൽ ഇല്ല. മൈ വൊക്കാബുലറി ഈസ് റിച്ച് എന്ന് പറയാം. ഓർ മൈ വൊക്കാബുലറി ഈസ് ബാഡ്, മൈ വൊക്കാബുലറി ഈസ് ക്വൈറ്റ് ഗുഡ് എന്ന് പറയാം. കാര്യം വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വേർഡ് പവർ എന്ന അർത്ഥം. അൺകൗണ്ടബിൾ നൗൺ ആണ്. വൊക്കാബുലറീസ് എന്ന പ്ലൂറൽ അതിനില്ല. അതുപോലെ അതിൻ്റെ കൂടെ പ്ലൂറൽ വേർബ് കൊടുക്കാനും പാടില്ല. പക്ഷേ യു ക്യാൻ സേ മൈ വേർഡ്സ് എന്ന് പറയാം. വാക്കുകൾ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അതിന് സിംഗുലർ ഉണ്ട്, പ്ലൂറൽ ഉണ്ട്. പക്ഷേ വൊക്കാബുലറിക്ക് പ്ലൂറൽ ഇല്ല കേട്ടോ, അത് ശ്രദ്ധിച്ചോണം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അൺപ്രസിഡന്റഡിലോട്ട് വരാം. അൺപ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊരു കാര്യമായിട്ട് പാരലൽ ചെയ്യാൻ പറ്റത്തില്ല, അതിനെ തുലനം ചെയ്ത് വെക്കാൻ പറ്റില്ല. ദിറ്റ് ഈസ് അൺഈക്വൽ. വേറൊരു കാര്യമായിട്ട് ഈക്വലൈസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് അൺപാരലൽഡ്, അൺഈക്വൽഡ് ആണ്. അതിന് വേറൊരു കാര്യമായിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ദാറ്റ് ഈസ് അൺപ്രസിഡന്റഡ്. ഐ ലവ് യുവർ അൺപ്രസിഡന്റഡ് എഫേർട്ട്. ഐ റിയലി അഡ്മയർ യുവർ അൺപ്രസിഡന്റഡ് എഫേർട്ട്. നിന്റെ എഫേർട്ട്, നിന്റെ വേറൊരു എടുത്തും നമുക്ക് പാരലൽ ചെയ്യാൻ പറ്റാത്ത എഫേർട്ടിനെ ഞാൻ റിയലി അഡ്മയർ ചെയ്യുന്നു എന്നൊക്കെ ചിലർ പറയുന്നില്ലേ. ദാറ്റ് ഇസ് ഇറ്റ്. ഐ റിയലി അഡ്മയർ യുവർ അൺപ്രസിഡന്റഡ് അപ്രോച്ച് എന്നൊക്കെ പറയില്ലേ, അതാണ് അൺപ്രസിഡന്റഡ് എന്ന വാക്കിന്റെ അർത്ഥം. അഡ്ജക്റ്റീവ് ആണ്, മറക്കണ്ട. അടുത്ത ഷെൽവ് ചെയ്യുക. ഷെൽവിന് V1 ആണ്. ഷെൽവ്സ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഷെൽവ്സ് ഇതുണ്ട്. ഷെൽവ്ഡ് എന്ന് V3 ഉണ്ട്. ഈ ഡി ഫോർമുലേഷൻ ആണ്. ഡി വെറുതെ ഡി ഇട്ട് കൊടുത്ത പാസ്റ്റ് V2 and V3. പ്ലേസ് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. ഒരു കാര്യം വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക, ഷെൽഫിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കില്ല, അതിനാണ് ഷെൽവ് ചെയ്യുക അർത്ഥം. ഒരർത്ഥം മാത്രം. എന്നാൽ ഷെൽവ് ചെയ്യുന്നതിന് വേറെ അർത്ഥം കൊണ്ട് മാറ്റി വെക്കുക, സസ്പെൻഡ് ചെയ്യുക. തൽക്കാലത്തേക്ക് നമ്മളൊരു കാര്യത്തിന് മാറ്റി വെക്കുക. ലേ അസൈഡ്, സസ്പെൻഡ് ചെയ്യുക, ഡെഫർ ചെയ്യുക, ഡിലേ ചെയ്യുക, പുട്ട് ഓഫ് ചെയ്യുക. ഇതാണ് ഷെൽവിന് മറ്റു. ഡെഫർ എന്ന വാക്കിന് അർത്ഥം തന്നെ പുട്ട് ഓഫ് എന്നല്ലേ. അപ്പോൾ ഓർത്ത് വെച്ചോണം, പുട്ട് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുക, ഡിലേ ചെയ്യുക, എന്തൊക്കെ അർത്ഥമാണ് നമ്മുടെ എന്തിന്, ഷെൽവ് ചെയ്യുക എന്ന വാക്കിനർത്ഥം. ഓർത്ത് വെച്ചോണം, മാർക്കല്ലേ. അതാണ് ഷെൽവ് മറ്റൊരു അർത്ഥം. അടുത്ത കോഗ്നിസെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കോഗ്നിസെൻസ് അറിയാമായിരിക്കുമല്ലോ. കോഗ്നിസെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവയർനെസ് ആണ്, നൗണ്. എന്നാൽ കോഗ്നിസെന്റ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവെയർ. കോഗ്നിസെന്റിലൂടെ ഒരു ഫിക്സഡ് പ്രിപ്പോസിഷൻ ഉണ്ട്, ഓഫ്. കോഗ്നിസെന്റ് ഓഫ് സംതിങ്, അവെയർ ഓഫ് സംതിങ് ആണ് അല്ലേ. കോൺഷ്യസ് അബൌട്ട് പറയും നമ്മൾ, പക്ഷേ കോഗ്നിസെന്റ് ഓഫ് ആണ് കേട്ടോ, അത് മറക്കല്ലേ. അപ്പൊ കോഗ്നിസെന്റ് എന്ന വാക്ക് മറക്കണ്ട. ഇറ്റ്സ് എന്താ പറയാ, അഡ്ജക്റ്റീവ്. കോഗ്നിസെൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അവയർനെസ്. ഓക്കെ, കോഗ്നിസെൻസ് സ്പെല്ലിങ് ഞാൻ നോക്കട്ടെ. കോഗ്നിസെൻസ് എസ് തന്നെയല്ലേ എന്നുള്ളത് ഞാൻ നോക്കട്ടെ. ബ്രിട്ടീഷ് സ്പെല്ലിങ്ങിലും കോഗ്നിസെന്റ് ആണോ എന്ന് നോക്കട്ടെ കേട്ടോ. സെറ്റ് ആണെങ്കിൽ നമുക്ക് ശരിയാക്കാം. അതാണ് എനിക്കൊരു ഡൗട്ട് വന്നത്. കോഗ്നിസെൻസിന് Z വരും. കോഗ്നിസെൻസ്
noun ട്ടോ മറക്കണ്ട. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന preposition is of ആണ്. ഓക്കെ, ഓർത്തോണം. കോഗ്നിസൻസ് ഓഫ് സ്പീച്ച് എന്നൊക്കെ പറയുന്നിട്ടില്ല, അപ്പോൾ അതാണ് കോഗ്നിസൻസ് എന്ന് പറയാം. ഓക്കെ, അതാണ് കോഗ്നിസൻസ്. ഓക്കെ, നൗൺ അത്. ആ സമയത്ത് അഡ്ജക്റ്റീവായിട്ട് വരുമ്പോൾ കോഗ്നിസെന്റ് എന്ന് പറയും. അവെയർ, കോൺഷ്യസ്, അപ്രൈസ്ഡ് എന്നൊക്കെയാണ് അർത്ഥം. അറിയാവുന്ന വാക്കാണ്, പുതിയ വാക്കൊന്നുമല്ല. യു നോ ഇറ്റ്. അപ്പോൾ ഓർത്ത് വെച്ചോളാം. അപ്പോൾ സെൻറ്റൻസിലോട്ട് വരാൻ ഞാൻ സെൻറ്റൻസ് ഇവിടെ നോക്കട്ടെ. അപ്പോൾ ലെറ്റ് മീ ഗെറ്റ് യുവർ സെൻറ്റൻസസ്. എവിടം വരെ എത്തിയായിരുന്നു നമ്മുടെ ലൈവിലുള്ളവർക്ക് ഉഷാറാക്കി പിള്ളേരെ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേ. അതുപോലെ തന്നെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ തംസപ്പ് ഇടുക മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഒരു ലൈക്ക് കൂടി ഇട്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോ? ഒന്ന് ഉഷാറാക്കി പിള്ളേരെ, ഒന്ന് ജിൽജിലാക്കി. എനിക്ക് കോൾഡായിട്ട് ഞാനിങ്ങനെ ജിൽജിലായിട്ട് നിൽക്കും. എന്നിട്ട് ഇപ്പം നിങ്ങളെന്താണ് ഇങ്ങനെ എന്താണ്? ഡോണ്ട് ആൻറ്റിസിപ്പേറ്റ്. ഓക്കെ, അതിന് മുമ്പ് ഒന്നുമുണ്ടല്ലോ. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ബ്രീച്ച് ദ ട്രാഫിക് റൂൾസ് ഇൻ ഇന്ത്യ. യെസ്, ആൾക്കാർക്ക് അങ്ങനെയാണ് അല്ലേ? ഷെൽവിറ്റ് കറക്റ്റ് ആക്കി. എമിൽ ഓക്കെ. ഡോണ്ട് ആൻറ്റിസിപ്പേറ്റ് എനിത്തിങ് ഫ്രം എനി വൺ. യെസ്. The editorial session by Rintu is unparalleled. Oh, Nandish, I'm so honored to hear that. How can you compare this unprecedented effort with a silly thing? All right. വിനുവിന് എന്ത് പറ്റിയേ? വിനുവിന് ഇത് കാണുന്നില്ലല്ലോ, ഒരു സെൻസ് പോലും കിട്ടുന്നില്ല. ഞാൻ വിചാരിച്ചു വിനു വരും എന്നൊക്കെ വിചാരിച്ചു, ഇതുവരെ എത്തിയില്ലല്ലോ. ഇറ്റ് ഇസ് വെരി നെസസറി ടു കോഗ്നിസെന്റ് അബൌട്ട് ടൈം. ടു കോഗ്നിസെന്റ് പറയില്ല. ടുവിൻ്റെ കൂടെ ഇൻഫിനിറ്റീവ് ആയിട്ട് വരുമ്പോൾ V1 അല്ലേടാ നമ്മൾ കൊടുക്കുക. അപ്പം നീ ഇവിടെ കൊടുക്കുന്നതിൽ അഡ്ജക്റ്റീവ് കൊടുത്തു, അപ്പോൾ തെറ്റി ബിലാഹരി. അപ്പം എന്നെ കൊടുക്കണം, ഇറ്റ് ഇസ് വെരി നെസസറി ടു ബി കോഗ്നിസെന്റ്. ടു ബി കോഗ്നിസെന്റ് അബൌട്ട് കൊടുക്കരുത്, അത് റോങ് ആണ്. ഓഫ്, കോഗ്നിസെന്റ് കൂടെ കൊടുക്കേണ്ട പ്രൊപ്പോസിഷൻ ഫിക്സ്ഡ് ആണ്, ഓഫ് ആണ്. അപ്പോൾ ഓർക്കാം, ഇറ്റ് ഇസ് വെരി നെസസറി ടു ബി കോഗ്നിസെന്റ് ഓഫ് ടൈം കൊടുക്കട്ടോ. ശ്രദ്ധിച്ചോണേ. They shelved the party due to heavy rain. Great. Be cognizant of hidden enemies. Great. There was unprecedented growth in the wealth of the business tycoons. Great. My son shelved his toes unprecedentedly. All right, that's great. Messi is truly an unprecedented player who always anticipates. അൺപ്രസിഡന്റ് പ്ലെയർ എന്നുള്ള പ്ലെയർ എന്ന വാക്കല്ല ഇവിടെ കൊടുത്തേക്കണേ. അപ്പോൾ ഹൂവിന് മുൻപുള്ളത് സിംഗുലർ നൗൺ ആണ്. അപ്പോൾ ഓൾവേസ് ആൻറ്റിസിപ്പേറ്റ്സ് കൊടുക്കും കേട്ടോ. അജോ, unprecedented player who always anticipates movements of opponents and no gambits of them can defeat them. He's busy at the work and won't be home before 12:30. That's great. When he opened the gate of his house, he got the smell of chicken curry. He anticipated that it was from his house, but unfortunately it was from the neighborhood. ലക്ഷ്മിക്ക് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലേ? എനിക്ക് മനസ്സിലായി. ലക്ഷ്മിയുടെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ സെൻറ്റൻസ് കറക്റ്റായിട്ട് എവിടെന്താ. യു ഷുഡ് ബി അവെയർ അബൌട്ട് അല്ല അവിടെ പ്രശ്നം. അവെയറിൻ്റെ കൂടെയും കോഗ്നിസെൻറ്റിൻ്റെ കൂടെയും ഓഫ് എന്ന പ്രൊപ്പോസിഷൻ ഫിക്സ്ഡ് ആണ് കേട്ടോ. ശ്രദ്ധിച്ചോണേ. അവെയറിൻ്റെ കൂടെ അബൌട്ട് കൊടുക്കും, കോൺഷ്യസ് അബൌട്ട് പറയും. പക്ഷെ അവെയറിൻ്റെ കൂടെ നമ്മൾ അബൌട്ട് കൊടുക്കില്ലേ? ശ്രദ്ധിച്ചോണേ, രണ്ടിൻ്റെ കൂടെ നോക്കണം. കോഗ്നിസെൻറ്റ് ഓഫ്, അതുപോലെ അവെയർ ഓഫ് കേട്ടോ. രണ്ടിൻ്റെ കൂടെ ഫിക്സ്ഡ് പ്രൊപ്പോസിഷൻ ആണ്. ഷൈനി ശ്രദ്ധിക്കണേ. യു ഷുഡ് ബി അവെയർ ഓഫ് എ ന്യൂ ഗാംബിറ്റ് കേട്ടോ. He should complain it കേട്ടോ. if he is not happy with the service he received കേട്ടോ. he should complain it എന്ന് കൊടുക്കും കേട്ടോ. വന്ദന, don't shelve your studies unless you succeed. all right. we should cognizant അല്ല, we should be cognizant of the fraud. അവിടെ കോഗ്നിസെന്റ് അഡ്ജക്റ്റീവ് അല്ലേടാ. അതിന് നമുക്ക് ഒരിക്കലും മോഡൽ ഓക്സിലറി വെർബിന് ശേഷം അഡ്ജക്റ്റീവ് അല്ല, മോഡൽ ഓക്സിലറി വെർബിന് ശേഷം V1 കൊടുക്കുക. വി ഷുഡ് ബി കോഗ്നിസെന്റ്, നമ്മൾ കോഗ്നിസെന്റ് ആവണം. അപ്പോൾ അത് ബി ഫോർമുലേഷൻ കൊടുക്കുക. വി ഷുഡ് ബി കോഗ്നിസെന്റ് ഓഫ് ദ ഫ്രോഡ് ഇൻ ദ ബാങ്കിങ് സെക്ടർ. പലപ്പോഴും ഇവിടെ രസമായിരിക്കും അല്ലേ? അടിപൊളി. ലക്ഷ്മി മനസ്സിലായി. രാമു, who he is my friend is a who he is my friend ഓ അവിടെ ഹീസ് വേണ്ട, അവിടെ വന്ദന, അവിടെ പ്രശ്നം. രാമു കൊമ ഹൂ ഇസ് മൈ ഫ്രണ്ട് ഈസ് എ സിംഗർ കൊടുക്കുക കേട്ടോ. ഹൂ ഹീ വേണ്ട അവിടെ. ഓക്കെ വന്ദന ശ്രദ്ധിക്കണേ. രാമു കൊമ ഹൂ ഈസ് മൈ ഫ്രണ്ട്, എൻ്റെ ഫ്രണ്ട് ആയിരിക്കുന്നവൻ ഈസ് എ സിംഗർ എന്ന് പറയും കേട്ടോ. അപ്പോൾ സെറ്റാവും. ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വരുത്തുന്ന ചെറിയ മിസ്റ്റേക്സ്. അതൊന്ന് തിരുത്തി പോവാം. റെഗുലറായിട്ട് നമുക്ക് മാറ്റം വരുത്താം. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. These are the words: breach, anticipate, gambit, unprecedented, shelve, cognizant. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതൊക്കെയാണ് നമ്മുടെ വേർഡ്സ്. അതിനനുസരിച്ച് കുറേ ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചു. സെറ്റാന്ന് വിചാരിക്കുന്നു. സെറ്റായെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേ പിള്ളേരെ. മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇടുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ. നമുക്ക് നേരെ നമ്മുടെ ആർട്ടിക്കിളോട്ട് പോകാം. നമ്മുടെ CHSLൻ്റെ ബാച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. CGLൻ്റെ എക്സാം വരാൻ പോവുകയാണ് അപ്പോൾ ജൂലൈ മാസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തകൃതിയായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ റിവിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി പ്രാക്ടീസ് സെറ്റുകൾ തരുന്നുണ്ട്. മറ്റന്നാൾ
വൈകിട്ട് 7:15 ഞാനൊരു സെഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആഴ്ചയിൽ എന്തായാലും CHSL CGLന് വേണ്ടിയുള്ള സെഷനുമായിട്ട് ഞാൻ വരുമെന്ന്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് സെറ്റ് എന്തായാലും യൂട്യൂബിലുണ്ടാവും. നമ്മൾ സെൻറ്റൻസ് ഇമ്പ്രൂവ് കഴിഞ്ഞ തവണ സെൻറ്റൻസ് എററാണ് ഫസ്റ്റ് ചെയ്ത്, ഇത്തവണ നമ്മൾ സ്പോട്ട് എറർ കഴിഞ്ഞു. ഇനി സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻറ്റ് ക്വസ്റ്റൻസ് ചെയ്യാം. ഉഷാറായിട്ട് ക്ലാസ്സിൽ കാണാം കേട്ടോ, നമ്മുടെ ലൈവിൽ കാണാം കേട്ടോ. അപ്പോൾ അതൊരു കാര്യം. പിന്നെ നിങ്ങളോട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ബേസ് ഇല്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യണം. അതുകൊണ്ട് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2400 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് അവൈലബിൾ ആണ്. കോഡ് അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. കൂപ്പൺ കോഡ് Y314 Y314. അതുപോലെ SSC MTS ഹവൽദാറിൻ്റെ ക്ലാസ് ഉടനെ തന്നെ സ്റ്റാർട്ടിങ് 28-ാം തീയതി നമ്മൾ ഇന്ന് തുടങ്ങിയതാണ്. ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ നമ്മുടെ ബാച്ചിൻ്റെ നോട്ടിഫിക്കേഷൻ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉഷാറായിട്ടിരിക്കുക. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പയ്യെ അപ്ലൈ ചെയ്യാൻ തുടങ്ങുക, എന്നിട്ട് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കാൻ തുടങ്ങുക. അല്ലാതെ നമ്മൾ എക്സാമിനൊക്കെ അപ്ലൈ ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങുക പറഞ്ഞാൽ അവസാനം നിമിഷം എൻ്റെ മെയിൻ എനിക്കൊന്നും സമയം കിട്ടിയില്ല ഞാൻ എന്ത് ചെയ്യും? അത് വേണ്ട. അങ്ങനെ നമ്മൾ മാറ്റി വെക്കുന്ന പരിപാടി വേണ്ട, അത് വേണ്ട നമുക്ക് അത് കേട്ടോ. അപ്പോൾ 2400 രൂപയ്ക്ക് കോഴ്സ് അവൈലബിൾ ആണ്. കോഡ് അപ്ലൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. Y314 Y314 എന്ന കോഡ് അപ്ലൈ ചെയ്യുക. അതുപോലെ ബാങ്കിങ്ങിൻ്റെ IBPS RRB PO ക്ലർക്ക് ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവർ ഇനി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഞാൻ ഇതിൻ്റെ PYQ സെഗ്മെൻറ്റുമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ 4ാമത്തെ സീരീസാണ്, 4ാമത്തെ സെഷനാണ്, നമ്മൾ വീഡിയോ ആണ് നമ്മൾ PYQൻ്റെ. അപ്പോൾ വരുന്നുണ്ട് 5 മണിക്ക്. അപ്പോൾ നമുക്ക് കാണാം. നമുക്ക് പയ്യെ ആഴ്ചയിൽ 2 ബാങ്കിങ് ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് പയ്യെ ഇംഗ്ലീഷും സൈഡിൽ പഠിച്ച് പോകണം. പ്രിലിംസിന് ഇംഗ്ലീഷ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ടെൻറ്റേറ്റീവ് ഡേറ്റ് ഇന്നലെ വന്നല്ലോ. ഓഗസ്റ്റിൽ അല്ലെങ്കിൽ സെപ്റ്റംബറിൽ എക്സാം ഉണ്ടാവും നിങ്ങൾക്ക്. അതുപോലെ ഒക്ടോബർ അല്ലെങ്കിൽ സെപ്റ്റംബറിൽ നമ്മുടെ മെയിൻസ് ഉണ്ടാവും. പ്രിലിംസിന് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ തന്നെ മെയിനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുക മെയിൻസ് എക്സാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റും വന്നു. നിങ്ങൾ പഠിക്കുക. 425 മണിക്കൂറിൻ്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ 2150 രൂപയ്ക്ക് കോഴ്സ് അവൈലബിൾ ആണ്. കോഡ് അപ്ലൈ ചെയ്തിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത് കേട്ടോ. Y314 Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നേരെ പോകാം നമ്മുടെ ആർട്ടിക്കിൾ. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഞാൻ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള ആർട്ടിക്കിൾ എടുത്തിട്ടില്ല. ആ ആർട്ടിക്കിൾ ഇന്ന് നമ്മൾ ഈജിപ്തിനെ പറ്റിയൊക്കെ ഒരു ആർട്ടിക്കിൾ ചെയ്തുകൊണ്ട് അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു തന്നാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മെഡിക്കൽ എഡ്യൂക്കേഷനെ പറ്റി റെഗുലേഷൻസിനെ പറ്റിയും കാര്യമൊക്കെ ആയിട്ട് ഇന്നത്തെ ഒരു ആർട്ടിക്കിൾ. ആൻഡ് ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് അറിയണം നമ്മുടെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനും ആൻഡ് എഡ്യൂക്കേഷനൊക്കെ എങ്ങനെ പോകുന്നു, കാര്യങ്ങളൊക്കെ ഉഷാറാണെന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ അതിനെ പറ്റി ഒരു ആർട്ടിക്കിളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഓവർ ടു ദി ആർട്ടിക്കിൾ. ഓക്കെ ആണല്ലോ അല്ലേ എല്ലാവരും? സെറ്റ് ആണല്ലോ എല്ലാവരും? അപ്പോൾ നമുക്ക് ആർട്ടിക്കിളോട്ട് പോകാം. ഓക്കെ ഫൈൻ. യെസ്, യു ഷുഡ് ബി കോഗ്നിസെന്റ് ഓഫ് ന്യൂ ഗാംബിറ്റ് പറഞ്ഞില്ല മിസ്. കോഗ്നിസെന്റ് ആൻഡ് കോഗ്നിസ് സെയിം ആണ്. സെഡ് മറ്റേ അമേരിക്കൻ സ്പെല്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നു. എസ് നമ്മൾ ഈ ബ്രിട്ടീഷ് സ്പെല്ലിംഗ് ആയിട്ട്. എല്ലാത്തിനും ഓർഗനൈസേഷൻ, ഓർഗനൈസ് ചെയ്യുക എന്നൊക്കെ പറയില്ല, അതേപോലെ കേട്ടോ. യെസ്, രണ്ടും പറയും. അതാണ് ഓസ്റ്റിൻ പറഞ്ഞത്, രണ്ടും പറയും. രണ്ടിന് വ്യത്യാസത്തുള്ളൂ. ഒന്ന് ബ്രിട്ടീഷ് ആണ്, സെഡ് നമ്മുടെ അമേരിക്കൻ, എസ് ഇത് മറ്റേ ബ്രിട്ടീഷ്. പക്ഷെ രണ്ടും കറക്റ്റാണ്. അതാണ് സ്പെല്ലിങ്ങിൽ ഒരിക്കലും നമ്മൾ തെറ്റ് പറയാറില്ല, രണ്ടും കറക്റ്റാണ്. അതാണ്. I have to shelve my plans to buy a new car because I can't afford it at the moment. That's a great sentence. Let's move. Adult one. About article, the pause on new graduate medical education regulations is a chance to forge a consensus. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? പുതിയ ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റെഗുലേഷൻസിന് തൽക്കാലത്തേക്ക് ഒന്ന് പോസ് ചെയ്ത് വെച്ചേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റെഗുലേഷൻസിനെ പോസ് ചെയ്ത് വെക്കുമ്പോൾ അത് നമുക്കൊരു ചാൻസാണ്. പുതിയൊരു എഗ്രിമെൻറ്റ് ഫോം ചെയ്യാൻ വേണ്ടി നമുക്കൊരു ചാൻസാണ്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ആ ഒരു പുതിയ ചാൻസ് ആയിട്ട് വരുന്നതെന്ന് നമുക്ക് ഇന്നത്തെ ആർട്ടിക്കിളോട് വായിച്ച് മനസ്സിലാക്കാം. A quarter of a century is time enough to justify a reassessment of any effort. അല്ലേ? ഒരു സെഞ്ചുറിൻ്റെ ഒരു കാൽഭാഗം, ക്വാർട്ടർ ഭാഗം ആവശ്യമുള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു എഫേർട്ടിൻ്റെ റീഅസസ്മെൻറ്റ് നടത്താൻ, അതിൻ്റെ ജസ്റ്റിഫൈ ചെയ്യാൻ ഒരു ക്വാർട്ടർ ഓഫ് എ സെഞ്ചുറി ഈസ് വളരെ ഇനഫ് അല്ലേ? അതിന് ആവശ്യമുള്ളൂ. ദാറ്റ് ഈസ് ഇനഫ്. ടൈം ഈസ് ഇനഫ് അല്ലേ? About 25 years have passed since the existing regulations on graduate medical education GMER were notified in 1997. ശരിക്കും പറഞ്ഞാൽ 1997, അതായത് 25 വർഷം അല്ലേ? 25 വർഷം ഇസ് എ ലോങ് ടൈം. സത്യമാണല്ലേ? 25 വർഷം എന്ന് പറയുന്നത് ലോങ് ടൈം തന്നെയാണ്. 25 വർഷം കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റെഗുലേഷൻസ്, ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ റെഗുലേഷൻസ് ഒന്ന് പ്രാബല്യത്തിൽ വന്നിട്ട്. അപ്പോൾ GMER ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റെഗുലേഷൻസ് പ്രാബല്യത്തിൽ വന്ന് നോട്ടിഫൈ ചെയ്തത് 1997 ഒരു പോയിന്റ് കിട്ടിയില്ലേ? അപ്പോൾ അത് 25 വർഷം കഴിഞ്ഞിട്ട് ഈ സമയത്തായിട്ടും അതിന് പ്രത്യേകിച്ചൊരു മാറ്റം വരാൻ നിൽക്കുക എന്ന് പറയുന്നത് അതല്ല ശരി അല്ലേ? ആൻഡ് ടൈം വാസ് റൈപ്പ്. ദിസ് ഇസ് ദ റൈറ്റ് മൊമെന്റ് ടു ടേക്ക് എ റീലുക്ക് അല്ലേ? ദിസ് ഇസ് ആൻഡ് ദ ടൈം വാസ് റൈപ്പ്. ടൈം വാസ് റൈപ്പ്. ദിസ് ഇസ് ദ റൈറ്റ് മൊമെന്റ്.
It was a right moment to take a relook at the aspects of the system. നമുക്ക് സിസ്റ്റത്തിലെ ആസ്പെക്ട്സിനെ പറ്റി ഒന്ന് അറിയണം. അഡാപ്റ്റ് ദം എന്തൊക്കെ ചെയ്യണം, അഡാപ്റ്റേഷൻ നടത്തുന്ന കാര്യമുണ്ട്. അതിനെ ഒന്ന് റീലുക്ക് ചെയ്യണം, അതിൻ്റെ ആസ്പെക്ട്സിനെ ഒന്ന് റീലുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അഡാപ്റ്റ് ദം ടു ചേഞ്ചിങ് റിക്വയർമെന്റ്സ് അല്ലെ, റിക്വയർമെന്റ്സ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അതിനെ അഡാപ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ അതിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഡെമോഗ്രഫി, സോഷ്യോ എക്കണോമിക് കോണ്ടെക്സ്റ്റ് നോക്കണം. ഡെമോഗ്രഫി നോക്കണം അല്ലെ, ആൾക്കാരുടെ പോപ്പുലേഷൻ നോക്കണം. അതുപോലെ സോഷ്യോ എക്കണോമിക് കോണ്ടെക്സ്റ്റ് നോക്കണം. നമ്മൾ അഡ്വാൻസ്മെന്റ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി നോക്കണം അല്ലേ. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 1997 മെഡിക്കൽ സയൻസ് ഭാഗമല്ല ഇപ്പം അല്ലെ. അത് കഴിഞ്ഞിട്ട് കോവിഡ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് മാറി മെഡിക്കൽ ഇൻഡസ്ട്രി. അപ്പോൾ എത്ര മാറ്റങ്ങൾ വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മാറ്റങ്ങൾ അനിവാര്യമാണ് അല്ലെ. മാറ്റങ്ങൾ സംഭവിക്കാത്ത മാറ്റത്തിന് മാത്രമേ ഉള്ളൂ എന്ന് പറയില്ലേ ആ സാധനം. അതുപോലെ ദ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ NMCയുടെ കമ്മീഷൻസ് ന്യൂ GMER Graduate Medical Education Regulations, which was drawn without any explanation, attempted to catch up and correct course. അവർ catch-up ചെയ്യാൻ ഇപ്പോഴത്തെ പുതിയതിനെ ഒന്ന് catch-up ചെയ്ത് അതിൻ്റെ അപ്ഡേറ്റഡ് ആയിരിക്കാനും കറക്റ്റ് കോഴ്സ് കറക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിച്ചു. വേറെ നെസറി എവിടെയൊക്കെ ചെയ്യണോ അതൊക്കെ നെസറി ആയിട്ടാണെങ്കിൽ അവർ നോക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അവർ വിഡ്രോൺ ചെയ്യപ്പെട്ടു കേട്ടോ. ഈ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ പുതിയ GMER വിഡ്രോൺ ചെയ്യപ്പെട്ടു. വിതൗട്ട് എനി എക്സ്പ്ലനേഷൻ, ഒരു എക്സ്പ്ലനേഷനും കൊടുത്തില്ല. ശരിക്കും അവരെന്തിനു വേണ്ടിയായിരുന്നു കൊണ്ടുവന്ന് പുതിയതായിട്ട് ക്യാച്ചപ്പ് ചെയ്യാനും കോഴ്സ് കറക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു, അത് ഒരു എക്സ്പ്ലനേഷൻ ഇല്ലാതെ അത് വിഡ്രോ ചെയ്തു കൊടുത്തു. അത് എന്തിനാണാവോ, അതാണ് ഇവിടെ ചോദ്യം. ദ മെഡിക്കൽ വേൾഡ് ഇസ് എ ചേഞ്ച് പ്ലേസ് സിൻസ് റെഗുലേഷൻസ് ഫോർ ലാസ്റ്റ് ഡ്രോൺ അപ്പ്. നമുക്കറിയാലേ, ഒരു ആദ്യമായിട്ട് ഇത് കമ്പോസ് ചെയ്ത സമയത്ത്, ഇത് ലാസ്റ്റ് ഡ്രോൺ അപ്പ് കമ്പോസ് ചെയ്തപ്പോൾ ആദ്യം ഇത് കമ്പോസ് ചെയ്ത സമയം വെച്ച് ഇപ്പോഴത്തെ സമയം വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും things have changed. People have changed and things have changed. A lot of things have happened. A lot of matters have taken place. A lot of things have happened again. അപ്പോൾ things have changed a lot. People have changed. അപ്പോൾ ടൈംസ് have changed ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എമർജിങ് ഡിസീസസിനെ കാണാൻ പറ്റി. ഈ സമയത്ത് ഈ സന്ദർഭത്തിൽ നമ്മൾ ഒരുപാട് ഡിസീസസിൻ്റെ മാറ്റങ്ങൾ വന്ന് പുതിയ രോഗങ്ങൾ വന്നു. ചേഞ്ചിങ് ഡിമാൻഡ്സ് ഡിമാൻഡുകൾ മാറി തുടങ്ങി. എക്സ്പെക്ടേഷൻസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആർ ഓൾസോ ഓൾട്ടറിങ് ദ ഗെയിം ഡ്രമാറ്റിക്കലി അല്ലേ. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ, ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുടെ എക്സ്പെക്ടേഷൻസും അവരുടെ ഇതും അല്ലെ, അവർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളും ഒരുപാട് മാറി തുടങ്ങി. അപ്പോൾ ദ ന്യൂ റെഗുലേഷൻസ് എയിംഡ് അറ്റ് മേക്കിംഗ് മെഡിക്കൽ എഡ്യൂക്കേഷൻ മോർ ലേണർ സെൻട്രിക്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ഒരു ഇത് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ഇതുമായിട്ട് പറയുകയാണെങ്കിൽ പുതിയതായിട്ട് അതിനെ എയിം ചെയ്യുന്നത് ലേണർ സെൻട്രിക് ആണ്. കുറച്ചുകൂടെ എഡ്യൂക്കേഷണൽ പേർപ്പസിലോട്ട് വരണം അല്ലേ. കുറച്ചുകൂടി പുതിയ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പോകണം. ലേണർ സെൻട്രിക് ആയിരിക്കണം. അതേപോലെ പേഷ്യൻറ്റ് സെൻട്രിക് ആയിരിക്കണം. പേഷ്യൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ജെൻഡർ സെൻസിറ്റീവ് ആയിരിക്കണം. ഇന്ന ജെൻഡറിലുള്ളവർക്ക് എന്നൊന്നുമില്ല, എല്ലാ ജെൻഡറും മനുഷ്യകുലത്തിന് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് മെഡിക്കൽ ഫീൽഡ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ മനുഷ്യനായി കണ്ടാൽ മതി, മനുഷ്യകുലം, ദാറ്റ്സ് ഓൾ. ഔട്ട്കം ഓറിയൻറ്റഡ് ആയിരിക്കണം അല്ലേ. റിസൾട്ട് വേണം, റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കണം. അല്ല ചുമ്മാ കയറിയിട്ടൊന്നും നമ്മൾ പരീക്ഷ ഒരെണ്ണം ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടണം. അതിനുവേണ്ടിയുള്ള എഫേർട്ട് നമ്മൾ എടുക്കണം. അതിനുള്ള കഴിവുള്ള ആൾക്കാർ ഇന്ത്യയിൽ ഉണ്ടെന്നേ. അതനുസരിച്ച് ആൻഡ് എൻവയോൺമെന്റ് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം അല്ലേ. എൻവയോൺമെന്റ് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. കറക്റ്റായിട്ട് അപ്രോപ്രിയേറ്റ് എൻവയോൺമെന്റ് വെച്ചിട്ടായിരിക്കണം. ഇത് കണ്ടിന്യൂയിങ് ടു ആങ്കർ ഓൺ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ടീച്ചിങ് മെഡിസിൻ. അപ്പോൾ മെഡിസിൻ പഠിക്കുമ്പോൾ ഉള്ള ബേസിക് പ്രിൻസിപ്പിളിനെ നമ്മൾ കളഞ്ഞിട്ട് അല്ല, ഇത് ആ ബേസിക് പ്രിൻസിപ്പിളിനോട് കൂടെ കൂട്ടിച്ചേർക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ലേണർ സെൻട്രിക് അപ്രോച്ച്, പേഷ്യന്റ് സെൻട്രിക് അപ്രോച്ച്, ജെൻഡർ സെൻസിറ്റീവ്, ഔട്ട്കം ഓറിയന്റഡ്, എൻവയോൺമെന്റൽ അപ്രോച്ച്. ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യുക, മറ്റൊരിടത്തും ദോഷം വരുന്ന, ആരെയും ഉപദ്രവിക്കുന്ന ഒരു കാര്യമല്ല അല്ലേ. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കാര്യമാണ്, പോസിറ്റീവായ ഒരു കാര്യമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മുടെ ഉദ്ദേശശുദ്ധി ഒരിക്കലും ഒന്നിനെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമല്ല. വൈൽ കണ്ടിന്യൂയിങ് ടു ആങ്കർ, അത് പറഞ്ഞല്ലോ, ആ മെഡിക്കൽ ഇതിന്റെ ബേസിക്സിനെ അതുപോലെ തന്നെ അടിയുറച്ച് വെച്ചുകൊണ്ടാണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. The regulations were progressive in introducing a longitudinal program based on attitude, ethics and communication competencies for young medical students to lay stress on ethical values, being responsive to patient needs and an improved communication, early clinical experience, all skills young medicos will benefit from in the real world. പുതുതായിട്ട് മെഡിസിൻ പഠിക്കാൻ വരുന്ന പുതിയ നമ്മുടെ മെഡിക്കൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റെഗുലേഷൻസ് ശരിക്കും അവർക്ക് എന്തെങ്കിലും കൊണ്ടുവരും, പ്രോഗ്രസീവായിട്ട് കൊണ്ടുവരും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ പ്രോഗ്രാം ആയിട്ട് തന്നെ നിൽക്കാം, ലോഞ്ചിറ്റ്യൂഡിനായിട്ട്. കാര്യം അപ്പോൾ എന്ത് ചെയ്യും, ഇതിൽ ഇവരുടെ ആറ്റിറ്റ്യൂഡിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ഈ വരുന്ന ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, എത്തിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, കമ്മ്യൂണിക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അല്ലേ. സംസാരിച്ച് തമ്മിൽ മനസ്സിലാക്കില്ല, പേഷ്യൻറ്റിനോട് സംസാരിച്ച് പേഷ്യൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിനൊരു റെസ്പോൺസ് കൊടുക്കുക എന്നുള്ള അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എത്തിക്സ് ഒക്കെ ഉണ്ട് ഈ മെഡിക്കൽ ഫീൽഡിൽ അല്ലേ. അതിന് നോക്കണം. ആൻഡ് അതുപോലെ തന്നെ ശ്രദ്ധിക്കണം, എത്തിക്കൽ വാല്യൂസിനെ വിട്ടൊരു പരിപാടിയില്ല. സോ വി ഹാവ് ടു ലേ സ്ട്രെസ് ഓൺ എത്തിക്കൽ വാല്യൂസ്. അതുപോലെ തന്നെ ബി റെസ്പോൺസീവ് ടു പേഷ്യൻ്റ് നീഡ്സ്, പേഷ്യൻ്റ് പറയുന്ന നീഡ്സിന് റെസ്പോൺസ് കൊടുക്കുക. ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ, ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം, ഒരു ഗ്യാപ്പ് വരാൻ പാടില്ല.
അതുപോലെ ഏർലി ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കൂടുതലായിട്ട് ഏർലി എക്സ്പീരിയൻസ് തന്നെ വേണം. അല്ലാതെ ഹൗസ് സർജൻസി പീരീഡ് വരുമ്പോഴേക്കും ക്ലിനിക്കൽ എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കൂടുതലായിട്ട് ഏർലി ആയിട്ട് തന്നെ കുട്ടികളിലോട്ട് യങ് മെഡിക്കേഴ്സിന് എത്തണം, യങ് മെഡിക്കൽ എഡ്യൂക്കേഷനിലുള്ള കുട്ടികൾക്ക് എത്തണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെയാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. It had specified that didactic lectures, informative lectures would not exceed a third of the schedule. അല്ലേ, ഒരുപാട് ഇൻഫർമേറ്റീവ് ഷെഡ്യൂൾസ് മാത്രം കൊടുക്കാതെ കോഴ്സിൽ കൂടുതൽ തിയറിറ്റിക്കൽ പാർട്ട് മാത്രമല്ല, അത് അവർക്ക് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കൂടുതൽ കൊടുക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. While the bulk of the course would include interactive sections, അതാണ് വേണ്ടല്ലേ, വെറും ലെക്ചേഴ്സ് ആയിട്ട് പോരുത്, ഇൻഫർമേറ്റീവ് ആയിട്ടൊരു സെക്ഷൻസ് ആയിട്ട് മാത്രം പോകാതെ ഇറ്റ് മസ്റ്റ് ബി ഇന്ററാക്റ്റീവ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ഉന്നയിച്ച് സംശയങ്ങൾ ചോദിച്ച് പ്രാക്ടിക്കൽസ് വരണം. ഇന്ററാക്റ്റീവ് സെഷൻസ് വേണം, പ്രാക്ടിക്കൽസ് വരണം, ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വരണം, ആൻഡ് കേസ് സ്റ്റഡീസ് വരണം. അല്ലേ, ക്ലിനിക്കൽ എക്സ്പീരിയൻസ് അവർക്ക് എത്തണം, കേസ് സ്റ്റഡീസ്, പുതിയ കേസ് സ്റ്റഡീസ് വരണം. അല്ലെ, ഇങ്ങനത്തെ ഒരു പുതിയ കേസ് സ്റ്റഡി വന്നിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് പഠിക്കാനായിട്ട് വരണം. അപ്പോഴാണ് ഇംപ്രൂവ്മെന്റ് വരിക. ഈ ഇംപ്രൂവ്മെന്റ് ഇല്ലെങ്കിൽ എന്താ കാര്യം? മെഡിക്കൽ ഫീൽഡ് എപ്പോഴും ഈ പഴയ ഫീൽഡിൽ തന്നെ നിൽക്കും. അത് പോകൊണ്ട് കാര്യമില്ല. നമുക്ക് എപ്പോഴും പുതുമയിലോട്ട് വന്നുകൊണ്ടിരിക്കണം. കാരണം ഒരുപാട് പുതിയ രോഗങ്ങളുണ്ട്. ആ പുതിയ രോഗങ്ങളുടെ ഒക്കെ ഇപ്പം നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ? അല്ലേ, നമ്മുടെ ബോഡിയൊക്കെ നമുക്ക് ഇതാക്കാൻ വേണ്ടി വേണ്ട. അപ്പം ഇങ്ങനെയുള്ള മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർ നമുക്ക് മതിയായി തീരും. അല്ലേ, അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. As introduced anew was a family adoption program through village outreach for each MBBS student and a pandemic module. അപ്പോൾ ഒരു പുതിയൊരു കാര്യമായിട്ട് അവർ ഒരു പുതിയതായിട്ട് അഗൈൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി അഡോപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഫാമിലി അഡോപ്ഷൻ പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട്. അതിലെങ്ങനെയാണെന്ന് അറിയോ, വില്ലേജ് ഔട്ട്റീച്ച് വില്ലേജിലൂടെ ഒക്കെ എത്തിച്ച് ചെന്നിട്ട് നമ്മുടെ മോഹൻലാൽ സിനിമയിലോ രാവണപ്രഭുവിൻ്റെ അകത്ത് കാണുന്നില്ലേ, ഡോക്ടേഴ്സ് എല്ലാം കൂടെ പോയിട്ട് ഒരു വില്ലേജിൽ പോയിട്ട് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഓരോ MBBS സ്റ്റുഡൻസിനും അങ്ങനെ ഒരു ഇത് കിട്ടണം, ഒരു എക്സ്പീരിയൻസ് കിട്ടും. മാത്രമല്ല ഇതിലൊരു പുതിയ പാൻഡമിക് മൊഡ്യൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും അവർക്കൊരു എക്സ്പീരിയൻസ് ആണ്. ഈ പഠിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ്, തിയററ്റിക്കൽ എക്സ്പീരിയൻസിനേക്കാളും കൂടുതൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. അതർ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻക്ലൂഡഡ് റിഡക്ഷൻ ഓഫ് ദ ഓവറോൾ ടൈം പീരിയഡ് ഓഫ് ദ സ്റ്റുഡൻസ് ടു കംപ്ലീറ്റ് MBBS കോഴ്സ് ടു 9 years ഫ്രം 10 എന്നുള്ളതാണ്. അപ്പോൾ ഓവറോൾ 10 വർഷം പഠനമാണ് MBBS കോഴ്സ് എന്ന രീതിയിൽ പറഞ്ഞിരുന്നല്ലോ. അതിൽ അടുത്തൊരു സിഗ്നിഫിക്കൻറ്റ് മാറ്റം എന്ന് പറഞ്ഞാൽ 10 വർഷമൊന്നും വേണ്ട, അത് 9 വർഷത്തേക്കാക്കി വെട്ടിച്ചുരുക്കിയിട്ട് 1 വർഷം ഒന്ന് കുറച്ചിട്ടുണ്ട്. അതിന് വലിയൊരു കാര്യം അല്ലേ, കോഴ്സ് ഡ്യൂറേഷൻ ഒന്ന് കുറച്ചിട്ടുണ്ട്. അത് തന്നെ വലിയൊരു കാര്യം. MBBS കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ഇനി മുതൽ 9 yearsലോട്ട് കൊണ്ടുവരിക. ഫിക്സഡ് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ടു ക്ലിയർ പേപ്പേഴ്സ്. അല്ലേ, കറക്റ്റ് ഇത്ര അറ്റംപ്റ്റേ ഉള്ളൂ. പേപ്പർ ക്ലിയർ ചെയ്യാൻ എത്രമാത്രമല്ലേ നിങ്ങൾ ശ്രമിച്ചൊന്നുമില്ല. നിങ്ങൾക്ക് ഇത്ര ഒരു അറ്റംപ്റ്റ് തരും, ഇത്ര ട്രൈക്കുള്ളിൽ നിങ്ങൾ പേപ്പർ ക്ലിയർ ചെയ്തെടുക്കണം. ആൻഡ് കോമൺ കൗൺസിലിംഗ് ഫോർ അഡ്മിഷൻ ഫ്രം 2024. 2024 മുതൽ കോമൺ കൗൺസിലിംഗ് ആയിരിക്കും അഡ്മിഷന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റം വരുന്നുണ്ട്. ഇഫ് എ സ്റ്റുഡൻറ്റ് ഫെയിൽ ടു ക്ലിയർ എക്സാം, he or she could have appeared in the supplementary examination, the results of which were to be processed within 3 to 6 weeks. ഓക്കെ, ഒരു എക്സാമിന് ഫെയിൽ ആയെന്ന് വിചാരിച്ചോളൂ, ഇറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സപ്ലിമെൻ്ററി എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. സപ്ലിമെൻ്ററി എക്സാമിൻ്റെ റിസൾട്ട് 3 അല്ലെങ്കിൽ 6 വീക്കിനുള്ളിൽ വരും. അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. the students if successful could have proceeded with the same batch. അപ്പോൾ ഇപ്പോൾ സക്സസ്ഫുൾ ആയി, അപ്പോൾ 3 സപ്ലിമെൻ്ററി എക്സാം എഴുതിയിട്ട് സപ്ലൈ എഴുതിയിട്ട് കൊച്ചിന് കിട്ടിയെങ്കിൽ ആ കൊച്ചിന് എന്ത് ചെയ്യാം, ആ കുട്ടിക്ക് എന്ത് ചെയ്യാം, ഉറപ്പായിട്ടും ആ സെയിം ബാച്ച് തന്നെ പ്രൊസീഡ് ചെയ്ത് പോകും. അപ്പോൾ ഇങ്ങനെയൊരു കുറച്ച് കാര്യങ്ങളുള്ള കാര്യമൊന്നും ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇതൊക്കെയാണ് മാറ്റങ്ങൾ വരാൻ പോകുന്നത് 2024 മുതൽ. നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് പോകാം. സ്പ്രിങ്സ് ക്ലീനിങ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഈസ് നോ ഡൗട്ട് നെസറി ടു ക്ലിയർ ദ കോവെബ് റെമനൻസ് ഫ്രം ദ പാസ്റ്റ്. ശരി, ഊരാ കുടിക്കൽ ഇങ്ങനെ മൊത്തത്തിലൊരു ചിലന്തി വലയിൽപ്പെട്ട് കിടക്കുകയായിരുന്നു നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ, നമ്മുടെ റെസിഡ്യൂ പഴയതൊക്കെ റെമനൻസ് പാസ്റ്റ്. അതൊന്ന് മാറ്റിയെടുക്കാൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈൽ എ ന്യൂ GMER വിൽ എനേബിൾ ദ കൺട്രീസ് മെഡിക്കൽ സ്റ്റുഡൻസ് ടു ബി, ഒരു പുതിയ GMER ഭയങ്കര എന്താ പറയുക, GMER വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഈ പറയുന്ന കൺട്രിയിലെ മെഡിക്കൽ സ്റ്റുഡൻസ് ടു ബി ഫ്യൂച്ചർ റെഡി. അല്ലെ, ഭാവിയിലേക്ക് നമുക്ക് നമ്മുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് അറിയോ, ഈ ആൾക്കാർ ഈ സ്റ്റുഡൻസിന് ഫ്യൂച്ചർ റെഡി ആയിരിക്കണം, അവർ ഭാവിയിലേക്ക് റെഡി ആയിരിക്കണം. ദ ക്വസ്റ്റൻ നീഡ്സ് ടു ബി ആസ്ക്ഡ് ഇഫ് ദ സിസ്റ്റം വിൽ ബി റെഡി ടു ഹാൻഡിൽ ദ റിക്വയർമെന്റ്സ് ഓഫ് ദ സ്റ്റുഡൻസ് ഹു ബ്രീച്ച് ഓട്സ് ടു ക്ലൈംബ് അപ്പ് ടു എ മെഡിക്കൽ സീറ്റ്. നമ്മുടെ മുൻപിലുള്ള ചോദ്യം എന്താണെന്ന് അറിയാം, മെഡിക്കൽ സിസ്റ്റം റെഡിയാണോ ടു ഹാൻഡിൽ ദ റിക്വയർമെന്റ്സ് ഓഫ് സ്റ്റുഡൻസ്. റിക്വയർമെന്റ് ഉണ്ട്, സ്റ്റുഡൻസിന്റെ റിക്വയർമെന്റ്. ആ സ്റ്റുഡന്റിന്റെ പ്രത്യേകത എന്താ, ദാറ്റ് സ്റ്റുഡൻറ് അല്ലെങ്കിൽ ആ സ്റ്റുഡൻസ് ഓർഡുകളെ ബ്രീച്ച് ചെയ്തുകൊണ്ട് എല്ലാ ഓർഡ്സിനെയും വയലേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ സാഹചര്യങ്ങളൊക്കെ പടപൊരുതി തോപ്പിച്ചിട്ട് ഒരു മെഡിക്കൽ സീറ്റുമായിട്ട് കയറി വരുന്ന ഒരു കുട്ടിക്ക്, ഓരോ കുട്ടിക്കും അവരെ ഹാൻഡിൽ ചെയ്യാൻ, അവരുടെ ആവശ്യങ്ങളെ റിക്വയർമെന്റ്സിനെ ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ സിസ്റ്റം റെഡിയാണോ എന്നുള്ളതാണ് ചോദ്യം. ഞങ്ങളൊക്കെയാണ്, കുട്ടി കഷ്ടപ്പെട്ട് പഠിച്ച് എല്ലാ ഓട്സിനോടും പടപൊരുതി എത്തും, മെഡിക്കൽ സീറ്റിലെത്തും. അതിനുള്ള അവസരങ്ങളൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കും. പക്ഷേ അതിനുള്ള സിസ്റ്റം റെഡിയാണോ, അതിനുള്ള അവസരം, അതിനുള്ള ഫെസിലിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ റെഡിയാണോ നമ്മുടെ സിസ്റ്റത്തിന് എന്നൊരു വലിയ ചോദ്യം ഇവിടെ ഓതർ ഉന്നയിക്കുന്നുണ്ട്. അത് വലിയ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. യെസ്, ആസ് ദ NMC takes a step back,
with withdrawing the regulations. NMC എന്ത് ചെയ്തു? ആ റെഗുലേഷൻസ് വിഡ്രോ ചെയ്തില്ലേ? പുതിയ റെഗുലേഷനെ വിഡ്രോ ചെയ്തില്ലേ? Perhaps it will pose to anticipate and face with least confrontation the opposition of several states to common counseling and the exit test. അപ്പോൾ എക്സിറ്റ് ടെസ്റ്റ്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇനിയിപ്പോൾ ഇതെന്തായാലും ചർച്ചയിലോട്ട് പോകുമല്ലോ, ഒരു ലീസ്റ്റ് കൺഫ്രണ്ടേഷൻ വേണം നമുക്ക് വരാനായിട്ട്. അപ്പോൾ എന്തായാലും പല സ്റ്റേറ്റുകളുടെ ഒപ്പോസിഷൻ വരും, ഉറപ്പായിട്ടും അതിൻ്റെ എതിർപ്പുകൾ വരും. കാരണം കോമൺ കൗൺസിലിംഗ് ഒന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള സ്റ്റേറ്റുകൾ ഇതിൽ വരും. അതിനെപ്പറ്റി ഒന്നുള്ള ഒരു കൺഫ്രണ്ടേഷനൊക്കെ നടത്തിയിട്ട് എക്സിറ്റ് ടെസ്റ്റിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി ഒന്ന് ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലോട്ട് എത്തുക. അതാണ് നമുക്ക് വേണ്ടത്. കുട്ടികൾ എത്ര ഇത് ചെയ്ത് കഷ്ടപ്പെട്ട് മെഡിക്കൽ സീറ്റിലെത്തി വരുമ്പോഴേക്കും ആ സിസ്റ്റം അതിനുവേണ്ടി പ്രിപ്പയർഡ് ആവുക എന്നുള്ളൊരു ചോദ്യചിഹ്നവുമായിട്ട് ഒരു അനലിറ്റിക്കൽ പെർസ്പെക്റ്റീവിലുള്ള ഒരു ആർട്ടിക്കിളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആൻഡ് ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ബ്യൂട്ടിഫുള്ളി റിട്ടേൺ ആർട്ടിക്കിളാണ്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. മനസ്സിലായെങ്കിൽ എല്ലാവരും ഒരു തംസ് ഇട്ടോളൂ. യെസ്, he is an unprecedented person who shelf അല്ല ഷൈനി, ഈസ് an unprecedented person who shelves, പേഴ്സൺ അല്ലേ ഹൂന് മുമ്പിൽ കിടക്കണേ, അപ്പോൾ ഷെൽഫ്സ് എന്ന സിംഗുലർ വേർബ് കൊടുക്കുക. ഹിസ് വർക്ക് ഇൻ ഗുഡ് മാനർ. ഓക്കെ, സെറ്റാണോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ഞാൻ നേരെ പോവാണ് നമ്മുടെ ഇന്നലത്തെ ക്വസ്റ്റനിലോട്ട്. ഇന്നലത്തെ ക്വസ്റ്റൻ ഇതാണ്: For over 2 decades, Mr. Putin ruled Russia with an iron fist, allowing little dissent at home and expanding foreign policy interests through force. ഇവിടെ എന്താണ് എറർ എന്ന് പറയാമോ? കുറച്ച് പേര് ആൻസർ തന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു എറർ എന്താന്ന് പറയാമോ? പോരട്ടെ, ആൻസർ പോരട്ടെ. കുറച്ച് പേര് എന്ന് പറയുമ്പോൾ ഇല്ല, ഒരാളെ ആൻസർ തന്നിട്ടുള്ളൂ. കുറച്ച് പേരില്ല, 2 പേരുടെ ആൻസർ ഇല്ല, 2 പേരുടെ കോമൻസേ ഉള്ളൂ, ഒരാൾ ആൻസർ തന്നിട്ടുള്ളൂ. ഒന്ന് വന്നേ, ആൻസറിലോട്ട് വരട്ടെ. എന്താണ് ഗോവിന്ദകുട്ടി കുട്ടി മിണ്ടാത്തേ? കുട്ടി എന്താ മിണ്ടാത്തേ? ആൻസർ കിട്ടൂലേ എനിക്ക്? നോക്കാം. ഫോർ ഓവർ 2 decades. 4 എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നോക്കാം. ഫോർ 2 decades എന്ന് പറയുമ്പോൾ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇന്നൊരു ഡ്യൂറേഷൻ കൊടുത്തിട്ടുണ്ട്. ഫോർ ഓവർ 2 decades എന്ന് പറയുമ്പോൾ ഇത്ര ഡ്യൂറേഷൻ വരെ എന്നുള്ള കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്യൂറേഷൻ വരെ എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റ് കൊടുക്കാൻ പാടില്ല. ശ്രദ്ധിക്കണേ, ഒരു കാരണവശാലും 4 അല്ലെങ്കിൽ സിൻസ്, 4 ഡ്യൂറേഷന് സിൻസ് ഒരു പീരീഡുമാണ്. ഇത് വരുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല. പകരം നമ്മൾ എന്ത് കൊടുക്കണം? അവിടെയാണ് നമുക്ക് ജസ്റ്റ് കഴിഞ്ഞ ആക്ഷനാണ്, അത് നമ്മൾ പറയും പ്രസൻറ്റ് പെർഫെക്റ്റ് നമുക്ക് കൊടുക്കാം. പ്രസൻറ്റ് പെർഫെക്റ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചു വെച്ചോണം. ഒരുപാട് എക്സാമിന് ടെൻസിലെ ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ എന്ത് കൊടുക്കാം? ഹാസ് ബീൻ അല്ല, അവിടെ അല്ല പ്രശ്നം. എവിടെയാണ് നോക്കിയേ? ഫോർ ഓവർ 2 decades പുടിൻ ഹാസ് റൂൾഡ് റഷ്യ. ഹാസ് ബീൻ അവിടെ പാസീവിൻ്റെ ആവശ്യമില്ലടാ. പാസീവിൻ്റെ ആവശ്യം അവിടെ ഇല്ല. എന്താണെന്നറിയോ പാസീവിൻ്റെ ആവശ്യമില്ലാത്ത? റൂള് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് നേരെ വന്നു, റഷ്യ റൂൾ ചെയ്തു എന്ന് കൊടുത്തു. അപ്പോൾ ഹാസ് ബീൻ അല്ല, ഹാസ് റൂൾഡ്. പുടിൻ റഷ്യ റൂൾ ചെയ്തു, ട്രാൻസിറ്റീവ് വെർബ് അല്ലേ? അപ്പോൾ ഹാസ് ബീൻ അല്ല. ഫോർ ഓവർ 2 decades Putin has ruled Russia with an iron fist, allowing little dissent at home and expanding foreign policy interests through force. അങ്ങനെ വേണം വരാനായിട്ട്. ശ്രദ്ധിക്കണേ, പാസിവൈസേഷൻ വരുന്നത് എപ്പോഴാണെന്നറിയോ? ആ ട്രാൻസിറ്റീവ് വെർബിൻ്റെ ഒബ്ജക്റ്റ് കാണുന്നില്ല. അവിടെ ഒബ്ജക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ആണെങ്കിൽ, പക്ഷെ ഒബ്ജക്റ്റ് ഇവിടെ ഉള്ള സ്ഥിതിക്ക് നിനക്ക് അത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അത് പാസിവൈസേഷൻ അല്ല. അതായിരിക്കണം നമ്മുടെ ശ്രദ്ധ വരേണ്ട കാര്യം. പാസീവ് ആണോ ആക്റ്റീവ് ആണോ എന്ന് അറിയാനുള്ള ശ്രദ്ധ അതാണ്. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ മനസ്സിലാക്കാത്തവർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്നത്തെ ചോദ്യം. ദിസ് ഇസ് എ ന്യൂ എറ ഓഫ് മ്യൂച്വൽ ട്രസ്റ്റ് അമംഗ് ദി 2 countries and it should act as a force for stability in the region. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ മനസ്സിലായെങ്കിൽ, ക്വസ്റ്റ്യൻ കിട്ടിയെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ളൂ. ആൻസർ എനിക്ക് കോമന്റ് സെക്ഷൻ തരണം കേട്ടോ. ആൻസർ കറക്റ്റായിട്ട് കോമന്റ് സെക്ഷൻ ഇടാൻ മറക്കണ്ട. അതുപോലെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. Adda247 സെൻട്രൽ എക്സാംസും അതുപോലെ KPSC ഷോർട്ട് സെലക്ഷൻ 2 ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ക്ലിക്ക് ചെയ്ത് ജോയിൻ കേട്ടോ. ഇന്നലെ ഞാൻ ഷെഫിക് സാറുള്ള ഡ്യുവൽ സെഷൻ്റെ കോംബോ സെഷൻ്റെ നോട്ട്സിന് ഇടാൻ വിട്ടുപോയി. ഇന്ന് ഞാൻ ഇട്ടേക്കാം കേട്ടോ, നോട്ട് ഇട്ടേക്കാം. അതുപോലെ നമ്മുടെ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് എൻ്റെ ടെലിഗ്രാം ചാനലുണ്ട്, ഇംഗ്ലീഷ് വിത്ത് റിൻറ്റു. നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്ത എഡിറ്റോറിയൽ നോട്ട്സ് ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അത് കിട്ടും. അപ്പോൾ മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. കോമൻറ്റ് സെക്ഷനിൽ ഡൗട്ട്സോ സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കണ്ടുകൊണ്ടേയിരിക്കുക സെഷൻ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പരിഗണിക്കാം. Adda247 മലയാളം ചാനൽ, അതുപോലെ തന്നെ നമ്മുടെ Adda247 ബാങ്കേഴ്സ് Adda247 മലയാളവും നമ്മുടെ ചാനലാണ്.
ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഇന്ന് വൈകിട്ട് 7:15 ഞാൻ ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഞാൻ നമ്മുടെ ബാങ്കിങ് എക്സിൻ്റെ ക്ലാസ്സുമായിട്ട് വരുന്നുണ്ട്. 5 മണിക്ക് കേട്ടോ, ഞാൻ പറഞ്ഞിരുന്നത് ഓരോടിക്ക് കൂടി. അതുപോലെ നാളെ ഞാൻ ഷഫീ സാർ വീണ്ടും CPOക്കാർക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുമായിട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉഷാറായിട്ട് എന്നും നിങ്ങൾക്ക് സെഷനുമായിട്ട് പോകുന്നുണ്ട്. കാരണം എക്സാം വരുന്നു, നിങ്ങൾ പഠിക്കണം, ഞങ്ങൾ നിങ്ങൾക്ക് പഠനത്തിന് വേണ്ടിയുള്ള അവസരങ്ങളൊക്കെ ഒരുക്കി തരും. അത് ഞങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. യൂട്യൂബിൽ നമ്മൾ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ see you all, have a wonderful day. ഞാൻ പറഞ്ഞ പോലെ പനിയൊക്കെയാണ്, സേഫ് ആയിട്ടിരിക്കാം. ടേക്ക് കെയർ.